യോഹന്നാൻ എന്ത് പ്രായം കാണും? ഒരു 90 വയസ്സ് കഴിഞ്ഞ് കാണും. നോ മോർ ബെയിൽ, നോ മോർ ട്രയൽ. ഒറ്റ കാര്യം പറഞ്ഞോളൂ, കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ട് കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുക. ഒരു പ്രഭാതത്തിൽ 5 മണിക്ക് സഭയുടെ മുറ്റത്ത് പടിനിമത്തിൻ്റെ ചുരുളുകൾ വായിക്കുമ്പോൾ 6 കുതിരകൾ 12 പടയാളികൾ വന്നു. വയോധികനായ യോഹന്നാനോട് പറഞ്ഞു, അപ്പച്ചനെ കൊല്ലാൻ പോവുക. സ്വോത്രം. ചർച്ചിൽ കമ്മിറ്റിക്കാരില്ല, സെക്രട്ടറിമാരില്ല. ഒരു കാര്യം ചെയ്തു, കൈകാലുകൾ ബന്ധിച്ചു അദ്ദേഹത്തെ കൊണ്ടുപോയി 6 മണിക്ക് കാരാഗ്രഹം. 6 ആയപ്പോൾ ഇതുപോലൊരു ടേബിളിനകത്ത് വയോധികനായ യോഹന്നാനെ കടത്തി മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോ തെറാപ്പി എടുക്കുന്നതിന് മുമ്പ് മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്തെന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്. 7 മണിക്കൊരു പടയാളി ഇറങ്ങി വന്നു. ആരായിരുന്നു ആ പടയാളി? ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭക്കാർ കാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, 156 മുള്ളുള്ള കിരീടം, 39 അടി, പീലാത്തോസിൻ്റെ ആണി, പെരിട്ടോണിയസ് എന്ന് പറയുന്ന ഒരുവൻ, അവൻ്റെ കയ്യിലൊരു ചൂണ്ടയുണ്ടായിരുന്നു. കുതിരയുടെ വാലിൽ നിന്ന് മിനുക്കിയെടുത്ത പ്രത്യേകതരമായ ചൂണ്ടകൾ അതിനകത്ത് കൊളുത്തി വെച്ചിരുന്നു. ഈയക്കട്ടയും വാളച്ചൂണ്ടയും. അതാ എൻ്റെ യേശുവിനെ തകർത്തത്. മനസ്സിലാകുന്നവർക്ക് അവൻ്റെ കസിനായി ഒരുവൻ ഉണ്ടായിരുന്നു. അവൻ ആ മനുഷ്യൻ്റെ ശരീരം കീറുന്നത്. അവൻ ഇറങ്ങി വന്നു. ക്രൂരയുള്ള ആ മുഖത്തോടെ അവൻ വന്നെന്ന ചരിത്രം. പെരിയ വയോധികനായ യോഹന്നാൻ്റെ ശരീരത്തെ ഇങ്ങനെ അങ്ങോട്ട് കീറാൻ തുടങ്ങി. ശരീരം ഒട്ടിപ്പിടിക്കുന്നു, രക്തം കിനിയുന്നില്ല. അനേകം പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ കത്തി കുത്തിയിറക്കി. ഇവൻ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്, കെട്ടടിച്ചു വിട്ടേക്ക. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി. നിന്നെ സഹായിപ്പാൻ ആരും കാണത്തില്ല. നീ വെന്റിലേറ്ററിനകത്തായിരിക്കും, നീ ഐസിയുവിനകത്തായിരിക്കും. ഒരുപക്ഷെ ഒരു കത്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് തകർക്കാൻ കഴിയത്തില്ല? വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു കാരാഗ്രഹത്തിന് കഴിയത്തില്ല. കമോൺ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. ആരാ നിന്റെ ദൈവം? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ചുളവാക്കിയ ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി സെൻട്രൽ കൺവെൻഷൻ്റെ 2ാമത് രാത്രി ഏത് ഐസിയുവിൽ കടന്നാലും, ഏത് വെന്റിലേറ്ററിൽ കടന്നാലും, അച്ചായ അമ്മ നീ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് കാണുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കായി ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. കാരിത്താസിൻ്റെ വാതിലുകൾ നിനക്കെതിരെ അടയും. പാലിയേറ്റിനകത്ത് ഡോക്ടർ ആമോസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും, നീ മരണം ഉറപ്പാ. പപ്പായ്ക്ക് അല്ലെ മമ്മയ്ക്ക് ശവപ്പെട്ട് ശരിയാക്ക. പെൺമക്കളോട് പറയും, എല്ലാം സ്പ്രെഡായി കഴിഞ്ഞു, ഇനി രക്ഷയില്ല, മമ്മി മരിച്ചു പോ. അമ്മ ഇന്ന് രാത്രി ഡോക്ടർ ആമോസിൻ്റെ വാക്കല്ല വലുത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണ, ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആ കരത്തിൻ്റെ പേര് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ കരം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചന്നു. ഇന്ന് രാത്രി അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം ആഞ്ഞടിക്കും. ഭാരതക്കാരും പാല മാർസ്ലീവക്കാർ പറയും, അയ്യോ ഈ അച്ചായൻ അനശേഷി കൊടുത്ത ശവപ്പെട്ടിക്കകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാത്തലാബിൻ്റെ വാദക്കെന്ന് ഡോക്ടർ ഡൊമിനിക് ഇങ്ങനെ പറയും, ഇനി ഒരു ശവപ്പെട്ടി ഉറപ്പാ, മരണം ഉറപ്പാ. കുഞ്ഞുങ്ങളോട് രഹസ്യമായി പറയും. ഇന്ന് രാത്രി ഡോക്ടർ ഡൊമിനിക്കിൻ്റെ വാക്കല്ല വലുത്. ചെത്തിപ്പുഴ ഭാരതക്കാരൻ്റെ വാക്കല്ല വലുത്. ഇന്ന് പാലക്കാട് പാല മാർസ്ലീവ സിറ്റിയുടെ വാക്കല്ല വലുത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കരമുയർത്തുന്നവർക്ക് ഞാൻ സകലത്തിനും മതിയായവന്. ഇന്ന് രാത്രി നിന്റെ കുടിലിനകത്ത് വചനമെടുത്ത് കർത്താവിനെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോൾ, ഇന്ന് രാത്രി ദൈവദാസന്മാർ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ, നിന്റെ ബൈബിളിനകത്ത് കൊച്ചു പേപ്പറിനകത്ത് ചില വാഗ്ദത്തങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി കമോൺ, കുറവലങ്ങാട് ഏറ്റു പറയണ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറ്, കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോക. എന്നാൽ എൻ്റെ വീട്ടിനകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിൻ്റെ ദയ ഇന്ന് രാത്രി എന്നെ വിട്ടു പോകയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ചന്നു. 1ാമത്തെ ശിക്ഷാവിധി അവിടെ കഴിയുന്നു. അവൻ രക്ഷപ്പെടുന്നു. അവൻ എവിടെ കൊണ്ടുപോകുന്നു? ഡൊമീഷ്യൻ പറഞ്ഞു, ഇവനെ സഭയിലേക്ക് കൊണ്ടുപോകാൻ. ആഫ്റ്റർ 4 ഡേയ്സ് 2ാമത്തെ ശിക്ഷാവിധി തരാം. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി. അമ്മാമൻ ആ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് കൊടുത്ത 2ാമത്തെ ശിക്ഷാവിധിയാ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കുട്ടുകത്തിനകത്ത് മുക്കിക്കൊല്ലുവാൻ. പ്രായം തന്നെ അപ്പച്ചൻ രാവിലെ ഫസോഷപ്പെട്ട് മുറ്റത്തിരിക്കുമ്പോൾ പടയാളികൾ വന്ന് പറഞ്ഞു, അപ്പച്ച ദാറ്റ് ഈസ് ദ ഫൈനൽ ഡേ. തൂക്കുമരത്തിലിരുന്ന് കൊലയാളിക്ക് വേണ്ടി ഭക്ഷണവും വെള്ളവും കൊടുത്ത് പായസങ്ങളും അടപ്രഥമനുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് പോലെ വയോധികനായ യോഹന്നാനോട് പറഞ്ഞു, താങ്കൾ മരിക്കാൻ പോയ. യോഹന്നാൻ
പറഞ്ഞു, എനിക്ക് ഭാരമില്ല, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി തിളയ്ക്കുന്ന കുട്ടകത്തിനകത്ത് വയോധികനായ യോഹന്നാനെ കൊണ്ടുപോയി 9 മിനിറ്റ് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മരിക്കാൻ പോകുക. കുട്ടകത്തിനകത്ത് അദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞു. 400 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചരിത്രം പറയുന്നു എണ്ണ തിളയ്ക്കുന്നു. ഈ മനുഷ്യൻ്റെ ശ്വാസകോശത്തിനകത്ത് ഇറങ്ങിയാൽ മരിച്ചു വീഴും, അല്ലെങ്കിൽ ത്വക്കിനകത്തേക്ക് എണ്ണ പാഞ്ഞാൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ തീരും, മരിക്കും. ചില നിമിഷങ്ങൾ മരണം കാണുവാൻ കാത്തു നിൽക്കുക. 9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തല ഉയർത്തി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി സഹോദരങ്ങൾ ചോദിക്കും, ദൈവദാസനെ ഉപദേശിയെ, ശരീരത്തിനകത്ത് കത്തി കയറിയിട്ടും വയോധികൻ മരിച്ചില്ല. തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കയറിയിട്ടും മരിച്ചില്ല. ഇന്ന് രാത്രി അമ്മമ്മ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരുന്നു, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരുന്നു. എന്തുകൊണ്ട് വയോധികൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. മനസ്സിലാകുന്നവർക്കായി, വാഗ്ദത്തമുള്ളവൻ ഏത് തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് വീണാലും ഇന്ന് രാത്രി ഒരു ദൂതൂടെ ഏറ്റെടുത്തു. നിന്റെ പതനം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്ക്, നിന്റെ പരാജയം കാണുവാൻ നാട്ടുകാർ കാത്തു നിൽക്ക്, നിനക്കെതിരെ ദൂട്ടാൻ പദ്ധതി വെക്ക്. അതിൻ്റെ നടുവിൽ കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ്റെ തല പോലെ നിന്നെ ഉയർത്തുക. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നമ്മുടെ ബൈബിളിൻ്റെ പ്രത്യേകത, ഞാൻ വെളിപ്പാടിലേക്ക് കടക്കാൻ പോവുക. നമ്മുടെ ബൈബിളിൻ്റെ പ്രത്യേകത 8000 പ്രോമിസ്, 8000 പ്രോമിസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 8000 വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ബൈബിളിനകത്തുള്ള. ആ വാഗ്ദത്തങ്ങളുടെ പ്രസംഗം വേണമെങ്കിൽ ഒരാഴ്ച നിന്ന് പ്രസംഗിക്കാം. ഒറ്റ വാഗ്ദത്തം എന്താണെന്നറിയാമോ? വളരെ ന്യായാധിപന്മാർ ന്യായപരിപാലനം നടത്തുന്നൊരു കാലം. സഹോദരിമാർ ശ്രദ്ധിച്ചിട്ട്, അന്ന് ഒരച്ഛനും ഒരു അമ്മാമ്മയും 2 കുഞ്ഞുങ്ങൾ വേലിമലേക്ക്, അത് കഴിഞ്ഞിട്ട് മംഗ്ലോൻ കില്ലയോ നവോമി അമ്മച്ചി ബാക്കിലോട്ട് യാത്ര ചെയ്തു. ബേത്ലഹേമിൽ നിന്ന് 400 കിലോമീറ്റർ പുറകെ മോവാബ് ആര ലോത്തിൻ്റെ മക്കൾ അപ്പനാൽ ഗർഭം ധരിക്കപ്പെട്ട 1000 ആണ്ട് ശാപത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും അവിടെ വന്ന് 2 കല്യാണവും നടന്നു. കല്യാണത്തിൻ്റെ പ്രത്യേകത ആരൊക്കെ? 2 പെൺകുട്ടികൾ വീട്ടിൽ വന്നു. ഒന്ന് രൂത്ത്, മറ്റേത് ഓർപ്പ. അങ്ങനെ ഇന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് മംഗ്ലോനും കില്ലോനും പെൺകൊച്ചുങ്ങളുമായിട്ട് ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ പോയിരിക്കുക. ആ സമയത്ത് അപ്പച്ചൻ ഒരു മാടനടി, ഹാർട്ട് അറ്റാക്ക്. അപ്പച്ചൻ പോയി 1ാമത്തെ ശവപ്പെട്ടി. വീട്ടിനകത്ത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ ശവപ്പെട്ടി മംഗ്ലോൻ. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ശവപ്പെട്ടി കില്ലിയോൻ. 3 ശവപ്പെട്ടി ഒരു വീട്ടിൽ. പിന്നെ ആരെങ്കിലും ചർച്ച വരുമോ? ഔട്ടാണ്. മനസ്സിലാകുന്നവർക്കായി അമ്മച്ചി കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഒരു കാര്യം കേട്ടാട്ടെ, ഞാൻ ഗൾഫ് രാജ്യത്ത് എക്സിസ്റ്റ് റീ എൻട്രി എന്നൊരു പരിപാടിയുണ്ട്. ഞാൻ ബേത്ലഹേമിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പാസ്പോർട്ടിനകത്തൊരു മുദ്രയുണ്ട്, തിരിച്ച് മടങ്ങിപ്പോകുക. യൂത്തിൻ്റെ പുസ്തകം സഹോദരിമാർ ശ്രദ്ധയോടെ അതിനകത്ത് അമ്മച്ചി പറഞ്ഞു, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നു. മക്കളെ, എനിക്കിനി ഒരു വിവാഹം ലഭിച്ച് മക്കളുണ്ടായാലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് യോഗ്യതയുള്ളവരായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ദേശത്തേക്ക് പോവുക. അന്നേരം ഒരു സഹോദരി മമ്മിക്ക് ചുംബനം കൊടുത്തു. ആ സഹോദരിയുടെ പേര് ആ ചുംബന സമരത്തിൻ്റെ ലീഡർ. മനസ്സിലാക്കുന്നവർക്കായി ആരാ? ഓർപ്പ. കർത്താവിൻ്റെ മേശയെ കന്നിട്ട് ചുംബനം കൊടുക്കാത്ത പുള്ളിക്കാരിയായിരുന്നു. നാടൻ മലയാളം. ചേട്ടൻ മരിച്ചപ്പോഴേ അവൾ വാട്സപ്പിൽ ചാറ്റായിരുന്നു. സ്വോത്രം. അങ്ങനെ മതിൽ ചാടിയതായി ഓർപ്പ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ചെങ്ങന്നൂർ അസംബ്ലി സോണിൻ്റെ സെക്ഷൻ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. 3 രാത്രി 1 പകലും കർത്താവിൻ്റെ വരവ്. അന്ന് കർത്താവിൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കബേൽ, 2 പേർ ഒരു തിരികല്ലിൽ, 2 പേർ ഒരു വയലിൽ പൊടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. യോഗം കഴിഞ്ഞപ്പോൾ ഒരു അച്ചായനും അമ്മാമ്മയും വന്നിട്ട് എന്നോട് പറയാം, ഞാൻ പോവോ തോമാച്ചായം പോവുമെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അങ്ങനെ പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കുന്നവരും പലരും ഉണ്ട്. സ്വോത്രം. ആ രാത്രി 2 പേരൊരു കിടക്ക. ഒന്ന് യാക്കോബും യേശാവും. യാക്കോബ് അക്കരെ കയറിപ്പോയി. ഒരു വയലിൽ 2 എണ്ണം. ഒന്ന് കായിൻ ഹാബേൽ. അത് കഴിഞ്ഞ് ഒരു തിരികല്ലിൽ 2 ചേച്ചിമാർ പൊടിച്ചു. ഒരു ചേച്ചിയുടെ പേരാ ഓർപ്പ, തള്ളപ്പെട്ടുപോയി. മറ്റേ സഹോദരിയാ രൂത്ത്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഞാൻ കിടക്കോ, അപരാച്ചം പോവോ, അന്നമ്മ പോവോ എന്ന് ചോദിക്കരുത്. സ്വോത്രം. രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി നിൽക്കുന്ന എല്ലാത്തിനെയും കർത്താവ് കൊണ്ടുപോകും. സ്വോത്രം. ശബയാം മണവാട്ടിയുടെ യോഗ്യത പ്രസംഗിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഓർപ്പ പോയി രൂത്തിനോട് പറഞ്ഞു, മോൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മച്ചി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിൻ്റെ സഹോദരി നിൻ്റെ ദേവന്മാരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അമ്മച്ചിയോട് അവളൊരു കാര്യം പറഞ്ഞു, അമ്മച്ചി എങ്ങോട്ടും പോകാൻ പറയരുത്. എന്താ? 5 തീരുമാനം അവൾ എടുത്തു. ശാപത്തെ അനുഗ്രഹമാക്കുക. അമ്മച്ചി പോകുന്നിടത്ത് ഞാൻ പോകും, അമ്മച്ചി പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. അമ്മച്ചിയുടെ ജനം എൻ്റെ ജനം. അമ്മച്ചി ഞാൻ അവിടെ കൂട്ടായ്മ അനുഭവിക്കും. പിന്നെ പെന്തിക്കോസ് വരാത്ത ഒരു കാര്യം കൂടെ രൂത്തങ്ങ് പറഞ്ഞു, മരണം എന്നെ വേർപിരിക്കുന്നവരെ മതിൽ ചാടത്തിൽ ഈ കർത്താവിന് വേണ്ടി ഞാൻ നിലനിൽക്കും. മനസ്സിലാകുന്നവർക്കായി ഈ കാര്യം പറഞ്ഞപ്പോഴാ വിസ കിട്ടിയത്. സന്തോഷമില്ലല്ലോ? இந்த நாட்களில் தமிழ்நாட்டில் உண்மையான செய்தியை நான் கொடுக்குது. இந்த யோகம் முடிஞ்சாச்சு, കൈ ഉയർത്തി കർത്തറെ ഏമാത്തി കാണിക്കുന്നത്. അതൊന്നും കാര്യമില്ല. സ്വോത്രം. തീരുമാനമെടുക്കാതെ എന്തുകൊണ്ട് അമ്മച്ചിയുടെ പുറകെ പോയി? ഞങ്ങളുടെ കണക്ക് ലാപ്ടോപ്പും പിന്നെ അത് മൊബൈലും അല്ലായിരുന്നു അമ്മച്ചിയുടെ. യഹോവയുടെ ന്യായപ്രമാണം. മനസ്സിലാകുന്നവർക്ക് അമ്മച്ചി ഇതെടുത്ത് വായിക്കുന്നത്. സഹോദരന്മാർ ശ്രദ്ധിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നത്, തക്ക സമയത്ത് ഫലം കായ്ക്കുന്നത്,
ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവനോ അവളോ ഉള്ളിൽ ആഗ്രഹിക്കുന്നതെല്ലാം നാഥൻ സാധിപ്പിച്ചു കൊടുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുക. ഇപ്പം ഈ ഒരു വിസിറ്റ് വിസ കിട്ടി. എന്താ മോവാബിന്ന് രൂത്തൂടെ അമ്മച്ചിയുടെ പോയി. ഇപ്പം വളരെ നല്ല സ്ഥലമൊന്നുമല്ല. നമ്മുടെ നാടൻ ഭാഷ കഴിഞ്ഞാൽ കുറുബലങ്ങാട് കഴിഞ്ഞ് കോഴ എന്ന് പറയുന്ന സ്ഥലത്ത് സന്തോഷമില്ല. അവിടെ ഒരു ടെൻറ്റിനകത്ത് റോഡ് സൈഡിൽ കിടക്കുക. കോട്ടയംകാരുടെ ഭാഷ പാലക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഈ വല്യമ്മ എങ്ങാണ്ട് പോയി ഒരു കറുത്ത പെണ്ണുമായിട്ട് വഴി കിടക്കുന്നെന്ന്. സന്തോഷമില്ലല്ലോ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. സ്വോത്രം. കോഴായിൽ ബോവസിൻ്റെ ഇച്ചിരി വയലുണ്ടായിരുന്നു. സന്തോഷമില്ലല്ലോ. കൂത്താട്ടുകുള റോഡ് നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ ചൊവ്വായിന്ന് വന്നുകൊണ്ട് ഈ സ്ഥലം അറിയത്തില്ല. സ്വോത്രം. അവിടെ ബോവസിൻ്റെ വയലുണ്ടായിരുന്നു. അമ്മച്ചി രൂത്തിനോട് പറഞ്ഞു, മോളെ നീ വയലിൽ പോകണം, വല്ലതും കിട്ടും, ഇന്ന് രാത്രി കേൾക്കണം. ഒന്നാം ദിവസം ആ ദാസിയുടെ വാക്ക് കേട്ടവൾ വയലിൻ്റെ പക്കത്ത് പോയി. ബോവസിൻ്റെ വയല കറുത്ത പെൺകുട്ടിയെ കണ്ടിട്ട് അവർ പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങരുത്. അവൾ കാത്തിരുന്നു. കാത്തിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ കരങ്ങളിൽ നന്മണി തരുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തൻ. മനസ്സിലാക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുക. രണ്ടാം ദിവസം വീണ്ടും അവൾ യാത്ര ചെയ്തു. വയലിൻ്റെ കരയ്ക്ക് അവൾ ഇരുന്നു. ബോവസിൻ്റെ പണിക്കാർ പറഞ്ഞു, മോളെ എവിടെന്നെങ്കിലും ഒരു കയറങ്ങാനും കൊണ്ടുവന്ന് നിനക്ക് കറ്റ നിന്റെ തലയിൽ തരാം, അനുഗ്രഹം. അവൾ മേടിച്ചുകൊണ്ട് മൂന്നാം ദിവസം രൂത്തി എന്നപ്പോൾ പറഞ്ഞു, നാടൻ ഭാഷ യെല്ലോയും മാങ്കോയും പൈനാപ്പിളും ഒക്കെ വരുന്ന നിലമൊക്കെ നശിക്കാറ്, നീ കൊണ്ട് കാര്യം ചെയ്യണം. എന്താ സംഭവിക്കുന്നതെന്നറിയോ? നല്ലതുപോലെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് വല്ല ട്രക്കറോ ഡമ്പോ എങ്ങാനും പിടിച്ചുകൊണ്ട് വരാം. ഇഷ്ടം പോലെ കൊടുത്ത് മൂന്നാം ദിവസം. നാലാം ദിവസം ചെന്നപ്പോൾ പറഞ്ഞു, ഇനി നീ കരയ്ക്കിരിക്കേണ്ട, എവിടെ ഇറങ്ങാം? വയലിൽ ഇറങ്ങി പറക്കാം. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. പടിപടിയായി ദൈവം അനുഗ്രഹിക്കും. തമിഴ്നാട്ടിൽ അരുമയാനൊരു പാടൽ, കാൽമതിക്കും ദേശമെല്ലാം കർത്തൻ എനിക്ക് സ്വന്തമാക്കും. മനസ്സിലാകുന്നവർക്ക്. അഞ്ചാം ദിവസം ബോവസ് വന്നു. ബോവസിൻ്റെ അടുത്ത് ബന്ധമെല്ലാം പറഞ്ഞു. ബോവസ് ചോദിച്ചു, നിനക്ക് വീടുണ്ടോ, കാറുണ്ടോ, വഴിയാധാരമായ ആധാറുണ്ടോ, കുറുവലങ്ങാട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? അവൾ ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞു, മേരെ സാത്ത് കുച്ച് നക്കിയെ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ബോവസ് പറഞ്ഞു, നാളെ വരുമ്പോൾ 2 ഫോട്ടോ ആയിട്ട് വരണം. 6ആം ദിവസം വയൽ നിന്റെ കരങ്ങളിൽ തരാൻ പോകുക. മനസ്സിലാകുന്നവർക്ക് എങ്ങനെ ഇരിക്കുന്ന വചനം. ദൈവം വാഗ്ദത്തത്തിൻ്റെ ദൈവം. 7ആം ദിവസം സുന്ദരമായൊരു കാര്യം നടന്നു. ശാപത്തെ അനുഗ്രഹമാക്കി 1000 ആണ്ട് ശാപത്തിൽ കിടന്ന കുടുംബത്തിൽ പിറന്ന ഭർത്താവ് മരിച്ചുപോയ രൂത്തിനെ ബോവസ് മണവാട്ടിയാക്കി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കൺവെൻഷനകത്ത് വിശ്വാസത്തോടെ പറയണം, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ സഹോദരി സഹോദരന്മാരുടെ ഒരു ദൂത് ഞാൻ പറയാം. 50 ലക്ഷം കയ്യിലുണ്ടായാൽ നിനക്ക് കുറുബലങ്ങാട് ഒരു വീട് മേടിക്കാൻ പറ്റത്തില്ല. 25 ലക്ഷം പോക്കറ്റിലുണ്ടായാലും മക്കളെ കെട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ ഓട്ടസഞ്ചി ആയാലും അതിനകത്ത് ദൈവകൃപ ഇറങ്ങി വന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കരുത്തുറ്റൊരു ദൈവം ഇന്ന് രാത്രി പറയണ ദർശനത്തിന് ദൈവം ഒരു കവതി വെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. കമാൻ. എല്ലാ ദിവസവും വയലിൻ്റെ വാക്കത്തിരിക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എൻ്റെ കുടുംബത്തിനകത്ത് മറുപടി തരുക. രൂത്തിൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ശിംഖക്കുഴിയിൽ കടന്ന ദാനിയലിനെ ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആക്കുവാൻ ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ, പൊട്ടക്കിണറ്റിൽ കടന്ന യോസഫിന് മിസ്രൈമിന്റെ ഉപപ്രധാനമന്ത്രിയാക്കാൻ സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി 17ാമത് സെൻട്രൽ കൺവെൻഷൻ ആ കരം തളർന്ന കരമല്ല. നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവ, കൂരിലിന്റെ താഴ്വരെ കൂടെ കടന്നു പോയാൽ കൈവിടാത്ത ദൈവ, അന്ത്യം വരെ വഴി നടത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നവർക്കായി കർത്തദാസന്മാർ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭക്കാരാ. ഇന്ന് ഓഗസ്റ്റ് 15 വേറൊരു പരിപാടിയുണ്ട്. ശാപം തിരിച്ചിട്ട് ആരെ ഞാൻ അടിക്കുകയല്ല. ഈ വചനം എടുക്കാതെ നിന്റെ ശാപം മാറത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി അവൾ ആ തിരുവചനം എടുത്ത് ന്യായപ്രമാണം എടുത്തപ്പോൾ അനുഗ്രഹിച്ചു. അമ്മമ്മേ, ഇന്ന് രാത്രി അമ്മച്ചിയെ കൊണ്ടുവരണം. കറുത്ത അമ്മച്ചിയെ നമ്മുടെ ചർച്ചിനകത്ത് കൊണ്ടുവരണം. ബാക്കി ഇവിടെ കേൾക്കാം. രൂത്തിന് ബോവസിന് ഒരു സന്തതി ജനിച്ചു, ഒബേദ്. ഒബേദിൻ്റെ സന്തതിയായി ഈശായി ജനിച്ചു. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരുവൻ ഇറങ്ങി ദാവീദ്. ദാവീദിൻ്റെ സന്തതിയായി നമ്മുടെ മശിഹ ലോകത്തിൽ വന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അമ്മച്ചിയോട് ചോദിക്കണം, കുമ്പനാട് ബൈബിൾ കോളേജിന്റെ ബിരുദമാണോ, ഹരിയാന ഡറാറുണ്ട് ഗാന്ധിജിയുടെ ബിരുദമാണോ, കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ബിരുദമാണോ? അമ്മച്ചി പറയും, ഈ പുസ്തകം എടുത്തതാ എൻ്റെ വിജയം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുക. ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് ദൈവദാസന്മാർ, ഞങ്ങൾ പറയും, വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവ, ശത്രുക്കളുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവ, നിന്റെ പരാജയം കാണാൻ കാത്തിരുന്നവരുടെ നടുവിൽ
നടുവിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. കമാൺ ദ സെക്കൻഡ് യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്ന ദൈവ പൈതൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? കുറവലങ്ങാട് ആരൊക്കെ നിന്നെ വെട്ടിയാൽ, നിന്റെ കുടുംബം തകർക്കാൻ ദൂട്ടപ്പിശാച് പദ്ധതി വച്ചാൽ, വേർ കെട്ടുപോയാൽ, നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ 2026 ഇന്ന് രാത്രി വിളിച്ചു പറയണം, മുളകളെ പൊട്ടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്ത. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഈ ഗ്രൗണ്ടിനകത്ത് ഹോളി സ്പിരിറ്റിന്റെ പവറാൽ ഇന്ന് രാത്രി ചില ശാപങ്ങളെ മാറ്റി അനുഗ്രഹത്തെ തരുവാൻ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. വെളിപ്പാടിലേക്ക് വേഗത്തിൽ അവസാനം ഡൊമീഷൻ ഒരു കാര്യം പറഞ്ഞു, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, അദ്ദേഹത്തെ നാട് കടത്തുന്നു. എവിടത്തേക്കാ? പത്മോസ്. ഇനി വചനം, ഗ്രീസിൻ്റെ തലസ്ഥാനം ഏതൻസ്. പഠിക്കുന്ന മക്കൾ, ഒളിമ്പിക്സ് നടന്ന അവിടെ ഒരു നദിയുണ്ട്, തേംസ് നദി, 60 മൈൽ നീളം. അതിൻ്റെ നടുവിൽ ഒരു ദ്വീപുണ്ട്, കൊച്ചി, പെരുമ്പളം, വെല്ലിംഗ്ടൺ കിട്ടുന്നത് പോലെ 16 നീളം 10 വീതി. 6 മാസത്തിലൊരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലം. അമ്മാമ വയോധികനായ യോഹന്നാനെ അവിടെ കൊണ്ടുപോയി ഒരു പോലീസ് ജീപ്പിൽ പ്രതിയെ ജയിലിൽ തള്ളുന്നത് പോലെ യോഹന്നാനെ തട്ടിക്കളഞ്ഞു. കൈ വിറയ്ക്കും, 90 വയസ്സ്. ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വളരെ വേദനയുള്ള മനുഷ്യൻ. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ 5 കാഴ്ച കൊണ്ടുവന്നവർ പോയി. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥികഷ്ണം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധം. അവിടെ കണ്ട കാഴ്ചകൾ തനിക്ക് മുമ്പേ വന്നവരുടെ അസ്ഥികഷ്ണങ്ങൾ, പാറക്കൂട്ടങ്ങൾ. കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി കരമുയർത്തുന്നവർക്കായി കാൽവറി ദർശനം കണ്ടവർ കീബോർഡ് വേണ്ട, തമ്പയർ വേണ്ട, കൂട്ടുവേലക്കാർ വേണ്ട, അവൻ മുട്ടുമടക്ക്, അവന് വേണ്ടി വഴികൾ തുറക്കും. ഇന്ന് രാത്രി ഒരു ദൂതൂടെ പറയാം, ഇന്ന് രാത്രി നമ്മുടെ പഴയ പുൽപ്പായ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ, അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നമുക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കുറുവലങ്ങാട് സെൻട്രി അമ്മാമ അച്ചായ പറയണം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അമ്മാമ ഇന്ന് രാത്രി പറ, എല്ലാ വഴികളും അടയും, എല്ലാ വാതിലുകളും അടയും. നിന്നെ സഹായിക്കേണ്ടവർ നിനക്കെതിരെ നിൽക്കും, സഭയിൽ കൂട്ടുവേലക്കാർ നിനക്കെതിരെ കുത്തുവാക്ക് പറയും. ഭാരപ്പെടണ്ട, ഇന്ന് രാത്രി ആ പുൽപ്പായ്ക്കകത്ത് നിന്റെ കണ്ണുനീരിറങ്ങുമ്പോൾ വഴികളെ തുറക്കുക. ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം തുറക്കുന്ന കാഴ്ചയാ വിശുദ്ധ വെളിപ്പാട്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലക്കത്ത് കണ്ണുള്ളവർ, കാലുളയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാന സഭയെ വലങ്കയിൽ യോഹന്നാൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ട്, മോനെ ഭയപ്പെടേണ്ട, ആദ്യൻ അന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ തഖോൽ എൻ്റെ കൈവശം, ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ ഏതൊരു സഭ, മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നിക്ക് പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം എപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം, 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭയെ വിടില്ല, അനന്തരം ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞു വായിച്ചു, കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, ലോകം ഒരുവന്റെ കയ്യിലേക്ക്. ദ ആഫ്റ്റർ എഫക്ട് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹമാസ് വി വിൽ ഗൈഡ്. ഇന്ന് രാത്രി ശ്രദ്ധയോടെ അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിലേക്ക്. ഇനിയുള്ള വാക്യങ്ങൾ മോള് വായിക്കത്തില്ല, നിങ്ങളെല്ലാം നല്ലോണം ബൈബിൾ പഠിക്കണം. മത്തായി 24, 3, 4, 5. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം അടയാളം. യേശുപ്പച്ചൻ ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. മറുപടി 4, 5 ഉത്തരം തരുന്നത് മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 32, 33, 34, 35. മത്തായി 24, 32, 33, 34, 35. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ കുറവലങ്ങാട് ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ. ന്യൂ വേ വേൾഡ് ഓർഡർ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. ഒറ്റ ഭാഗമായിരിക്കും ചിന്ത. 1 അത്തിയാകുന്ന ഇസ്രായേൽ, 2 യഹൂദനോടനുബന്ധിച്ച് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും, 3 പ്രപഞ്ചത്തിലെ മാറ്റം, 4 ഏകലോക മതം, 5 നോഹയുടെ കാലത്തെ പോലെ യെല്ലോ മാംഗോ പൈനാപ്പിൾ, 6 ലോത്തിന്റെ കാലത്തെ പോലെ തീ. ഇതാ മശിഹായുടെ വരവിൻ്റെ ലക്ഷണം. ഇവിടെ ഒരു ക്ലാസ്സിനകത്ത് ബഡബാദൂർ സെമിനാരി
വഹിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ഇത് കഴിയുമ്പോൾ കുഞ്ഞു വാക്യങ്ങൾ വായിക്കുക, ഇടവേളയിലേക്ക് പോകും. മത്തായി 27:25 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ശ്രദ്ധയോടെ, ലോകത്തിൻ്റെ 7 വൻകരകൾ കുപ്പിപ്പാത്രം പോലെ യഹൂദൻ ചിതറി. AD 70 പ്രിലിമിനറി, AD 135 ബൈബിളും ചരിത്രവും ലോകരാജ്യങ്ങൾ ചിതറി. അതിനാസ്പദമായി ഒരൊന്നാം ലോകമഹായുദ്ധം 1867 ഫ്രാൻസിൽ മിലിറ്ററി പരേഡ് നടക്കുമ്പോൾ തിയോഡർ ഹർസൺ എന്ന് പറയുന്ന യഹൂദൻ ഒരു മിലിറ്ററി കമാൻഡർ യഹൂദനെ അടിച്ചു കൊല്ലുന്ന കണ്ടിട്ട് കരഞ്ഞു. അവൻ 30 വർഷം ഉപവസിച്ചത് സിയോൺ സംഘം. 1897 ഒരു ബുക്കിലെറ്റ് ഇറങ്ങി, യഹൂദൻ്റെ മടങ്ങി വരവ്. 14 വർഷം കരയുന്നു. 1914 മുതൽ 19 വരെ ഒന്നാം ലോകമഹായുദ്ധം. അതിനകത്തൊരു സംഭവം ഉണ്ടായി. എന്താ? അന്നത്തെ ലോകത്തിലെ 2 ശക്തികൾ, ബ്രിട്ടൻ, ജർമ്മനി. ഓസ്ട്രേലിയ ചക്രവർത്തി സെർബിയയിലേക്ക് പോകുന്ന സമയത്ത് ചെറുപ്പക്കാരനെ കൊല്ലുന്നത് ഒന്നാം ലോകമഹായുദ്ധം. അന്ന് ബ്രിട്ടൻ ആരുടെ? ഓസ്ട്രിയയുടെ. അത് കഴിഞ്ഞ് ജർമ്മനി സെർബിയയുടെ. അന്ന് TNT, ട്രൈനൈട്രോട്ടൊളുവിൻ സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് വിഭജിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അവൻ്റെ പേര് യഹൂദൻ ഡോക്ടർ ചിയാം വൈസ്മാൻ. അത് വെച്ചാണ് ജർമ്മനിയുടെ കപ്പൽപ്പടയെ തകർത്തത്. ആ വാക്യം കൂടെ പറഞ്ഞു തരാം. അന്ന് ഡേവിഡ് ലോൺ ജോർജ്, ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി, ആർതർ ബാൽഫോർഡ് ഗവർണർ, യഹൂദനോട് ചോദിച്ചു, കുഞ്ഞ്, നീ ആ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഞങ്ങളുടെ കരം ചലിപ്പിച്ചത്, നാളുകൾ നീണ്ട പ്രസംഗം, അതൊക്കെ എടുക്കണമെങ്കിൽ നിനക്ക് എന്ത് മറുപടി തരണം? അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് സാറേ, ഞങ്ങൾ യേശുവിനോട് മത്സരിച്ചു, അപ്പൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വീഴട്ടെ, രാജ്യമില്ല, ചിതറിപ്പോയി, മടങ്ങി വരണം. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു വെടി പോലും വെക്കാതെ 1917 നവംബർ 11 രാത്രി 11 സെക്കൻഡ് ലൈവ് മിഷൻ കുറവലങ്ങാട് വീട് പണിയുന്നത് പോലെ യഹൂദൻ്റെ ഒന്നാമത്തെ മടങ്ങി വരവ് അത്തിച്ചടി കുഴിച്ചു വെക്കുന്നു. ബൈബിളും പ്രവചനവും കേട്ടോണം. ഈ ലൈവ് എല്ലാം ചെറുപ്പക്കാർ കണ്ടോളാം. അന്ന് ആ ഡിക്ലറേഷൻ്റെ പേര് ആർതർ ബാൽഫോർഡ്. മോനെ, മോളെ, വി നീഡ് എ ജനറേഷൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ ചെറുപ്പക്കാരികളെ പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും. സന്തോഷമില്ലല്ലോ? ഈ കുറുമ്പലങ്ങാട് സെൻറ്ററിൽ നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. സ്വോത്രം. അതിന് വേണ്ടിയ കാര്യങ്ങളെല്ലാം പറയുന്നത്. സ്വോത്രം. ഞങ്ങളുടെയൊക്കെ ശബ്ദമൊക്കെ ഒരു പരിവായി കഴിഞ്ഞു. ഇന്ന് രാത്രി അന്നൊരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. പഠിക്കുന്ന മക്കൾ. രണ്ടാം ലോകമഹായുദ്ധം 1939 മുതൽ 45 വരെ. അന്നാണ് അമേരിക്കയിലെ പ്രസിഡന്റ് പേര് ഹാരി എസ് ട്രൂമാൻ. ആ ഹാരി എസ് ട്രൂമാൻ ഒരു കാര്യം പറഞ്ഞു. എന്താ? ആറ്റം ബോംബ് ഉണ്ടാക്കണം. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ യഹൂദനായ ഹെൻറിക്കോ ഫെർമി ആറ്റം പൊട്ടിക്കാൻ പദ്ധതി വെച്ചു. പഠിക്കുന്ന മക്കൾ, ഒരാറ്റത്തിൻ്റെ 3 ഘടകം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. കാഥോഡിക് റൈസ് വഴി പൊട്ടിക്കാൻ നോക്കി, രക്ഷയില്ല. അങ്ങനെ നിന്നപ്പോൾ ദൈവവചനം എടുത്തു. പത്രോസ് ലീഗയുടെ ലേഖനം 2 പത്രോസ് 3:10. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ ആകാശം കൊടുമുടക്കത്തോടെ, മൂലപദാർത്ഥം കത്തിയേഴി, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. സാന്നിധ്യം 1 മിനിറ്റ് കടമെടുക്കുക. നമ്മുടെ കേരളത്തിൻ്റെ മുൻ നേതാവ് സഖാവ് EMS തിരുവനന്തപുരത്ത് ന്യൂഡൽഹിയിലേക്ക് ഇന്ത്യൻ എയർലൈൻസ് പഴയ വിമാനത്തിൽ പോവാം. തൊട്ടടുത്തൊരു പാസ്റ്ററും ഇരിക്കാം. ദൈവാശമാർ കേട്ടാട്ട് ഇദ്ദേഹം മാർസിൻ്റെ പുസ്തകം വായിക്കുന്നു, പാസ്റ്റർ ബൈബിൾ വായിക്കുന്നു. EMS ഞെട്ടിപ്പോയി. 1 മണിക്കൂറായിട്ട് വെള്ളം കുടിക്കാതെ വായിക്കുക. സ്വോത്രം. അപ്പോൾ EMS ഈ പാസ്റ്ററോട് ചോദിച്ചു, താങ്കൾ എന്ത് വായിക്കുന്നത്? ബൈബിളാണ് വായിക്കുന്നത്. അപ്പോൾ EMS ചോദിച്ചു, എന്തു എഴുതി വെക്കുന്നതെന്ന്. ചൂള പോലെ കത്തുന്ന ദിവസം വരാറായിരുന്നു. സന്തോഷമില്ലല്ലോ? ഉടനെ EMS പാസ്റ്ററോട് പറയാം, താങ്കൾ ഇത് അറിഞ്ഞിട്ട് എത്ര പേരോട് പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതിൻ്റെ പേരാ ഗോസ്പെൽ, ഗോ ആൻഡ് സ്പെൽ. സന്തോഷമില്ലല്ലോ? EMS പറഞ്ഞ ചോത്രം. ഇതൊക്കെ വായിക്കണം മനസ്സിലാകുന്നവർക്ക്. EMSൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, പാസ്റ്റുമായിട്ട് സംസാരിച്ച് ചൂള പോലെ കത്തുന്ന ദിവസം വരുമെന്ന്. സ്വോത്രം. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്നത്, ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതാ ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് പ്രോട്ടോണിനെ ന്യൂട്രോണിനെ മാറ്റി. പഠിക്കുന്ന മക്കൾ കേട്ടോണം. എന്താ? ഇലക്ട്രിക് കാഥോഡ് റൈസിനകത്ത് ഇലക്ട്രിക് സപ്ലൈ കൊടുത്തപ്പോഴാണ് ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടിയത്. ആറ്റം ബോംബ് ഉണ്ടാക്കിയത് യഹൂദന ഹെൻറിക്കോ ഫെർമി. 1945 ഓഗസ്റ്റ് 6-8 2 വിമാനങ്ങൾ, എരാകുള ബോക്സ് കാർ, ജപ്പാനിൽ അടിച്ചിറങ്ങി. 1.5 ലക്ഷം പേർ മരിച്ചു. ജപ്പാൻ കൊടി താഴ്ത്തി. അമേരിക്കയുടെ ഹാരി എസ് ട്രൂമാനോട് പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു. ഹാരി എസ് ട്രൂമാൻ യഹൂദനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ 2ാം ലോകമഹായുദ്ധം ജയിപ്പിച്ച എന്ത് പ്രതിഫലം? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക രാജ്യങ്ങൾ ഞങ്ങൾ ചിതറിക്കിടക്കുക, ഞങ്ങൾക്ക് പാസ്പോർട്ടില്ല, വിസയില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് മടങ്ങി വരണം. യഹൂദൻ പറഞ്ഞൊരു കാര്യം. ആ സമയത്ത് ചോദിച്ചു, കാനഡ വേണോ, അമേരിക്ക വേണോ, നൈജീരിയ വേണോ, ഇന്ത്യ വേണോ, ഗൾഫ് രാജ്യം വേണോ? വേണ്ട, അബ്രഹാം കാൽ കുത്തിയ സ്ഥലം ഞങ്ങൾക്ക് വേണം. ഇതാ അന്തിമയുദ്ധ ഇസ്രായേൽ ഗാസ. 48 ഏപ്രിൽ 14 പെസഹ വ്യാഴം. അമ്മാമ അച്ചായ നോട്ട് ചെയ്തോണോ? 1948 മെയ് 14 യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഡേവിഡ് ബെൻഗൂറിയ 6 കാലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു. കാന്തന്റെ വരവ്.
ഇന്ന് രാത്രി. ഇനി ഏഷ്യാനെറ്റ് നോക്കണ്ട കേട്ടോ. അന്നാ ഇസ്രയേൽ രാഷ്ട്രം 22,700 കിലോമീറ്റർ ഇസ്രയേൽ. ബാക്കിയൂടെ കേട്ടോണേ. 6 ഡിസ്ട്രിക്ട്: ടെൽ-അവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോദ്, ഡിമോണ, യാഫ ഗേറ്റ്. 1 കോടി പേർ. ഇന്ന് 6,750 കിലോമീറ്റർ വേറെ കിടപ്പുണ്ട് പലസ്തീൻ. അതിൻ്റെ 4 ജില്ലകൾ: 1 നസറേത്ത്, 2 ഗലീല, 3 വരുന്ന വെസ്റ്റ് ബാങ്ക്, 4 റമല്ല. കേട്ടോ, ഏഷ്യാനെറ്റ് ഒന്നും നോക്കണ്ട, ബൈബിൾ നോക്കിയാൽ ഇപ്പുറത്ത് കിടപ്പുണ്ട്. ബാക്കിയെടുക്കാൻ സഭയില്ല. ഇപ്പുറത്ത് 321 കിലോമീറ്റർ ദ്വീപ് കിടപ്പുണ്ട്, ഗാസ. അത് 4 ജില്ല, 32 ലക്ഷം ജനം ഇന്ന് രാത്രി അതിനകത്ത്. ഏത് ജില്ല? 1 കാനിയോനിസ്, 2 സഗർ, 3 എക്രോൻ, 4 റാഫ. 22,700 കിലോമീറ്റർ കിട്ടുമ്പോൾ അന്നത്തെ തലസ്ഥാനം ടെൽ-അവീവ് ആയിരുന്നു, യഹൂദൻ്റെ തലസ്ഥാനം. അന്ന് ജെറുസലേം ആരുടെ കൈകളിലാണ്? വഖഫ് ബോർഡിൻ്റെ കൈകളിലാണ്. ഇനിയാ ഇസ്രയേൽ ജെറുസലേം വിഷയം ആരംഭിക്കുന്നത്. 19 വയസ്സുള്ളപ്പോൾ മോള് സങ്കീർത്തനം എടുക്കണം. 1967 19 വയസ്സ് കുറുവലങ്ങാട് ദേവമാതാ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കാലഘട്ടത്തിൽ 6 രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. സൗദി അറേബ്യ ഉണ്ട്, അതിനുശേഷം ലിബിയ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, അതിനോട് ചേർന്ന് കിടക്കുന്ന സിറിയ രാജ്യമുണ്ട്. 6 പേർ ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ ആക്രമിച്ചു. അന്ന് ജെറുസലേം ആരുടെ കൈകളിലേക്ക്? ഇസ്രയേലിൻ്റെ കൈകളിലേക്ക്. അടുത്ത കാര്യം കേട്ടോ, വായിക്കാം. സങ്കീർത്തനം 83 4 5 6. ഗാസ ഇസ്രയേലിലേക്കാണ് പോകുന്നത്. ബൈബിൾ എടുത്താട്ടെ, മോള് വായിച്ചാട്ടെ. സങ്കീർത്തനം 83 4 5 6 7 വാക്യങ്ങൾ മോള് വായിച്ച് സഹായിക്കാം. വായിച്ചാട്ടെ. വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം, വരുവിൻ ഇസ്രായേൽ ഒരു ജാതിയാകാതിരിക്കാൻ തക്കവണ്ണം നാം അവരെ മുടിച്ചു കളക. നാം അവരെ മുടിച്ചു കളക. അടുത്തത്, അവരുടെ പേർ ഇനി ആരും ഓർക്കരുത്. അവരുടെ പേരിനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു. അടുത്തത്, അവരിങ്ങനെ ഐക്യമത്യത്തോട് ആലോചിച്ചു. അവരിങ്ങനെ ഐക്യമത്യത്തോട് ആലോചിച്ചു. നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. 19 വയസ്സുള്ള ഇസ്രായേലിനോട് ആരൊക്കെയാന്ന് ഒന്ന് വായിച്ചാട്ടെ മോളെ. ഏദോമ്യരും ഇസ്മായേല്യരും കൂടാരങ്ങളും മോവാബ്യരും ഹഗര്യരും ഗബാലും അമോനും സോർ അമാലേക്കും ഫെലിസ്ത്യദേശവും മതി. സിറിയാക്കാരടക്കം സഖ്യം ചെയ്തു. ഇവിടെ ദൈവദാസന്മാർ ചെറുപ്പക്കാരും കേട്ടാട്ടെ. അന്നത്തെ 19 വർഷമുള്ള ഇസ്രായേൽ 3 യുദ്ധക്കപ്പൽ, 30 വിമാനം, 25 ലക്ഷം ജനം മാത്രമുണ്ട്, 25,000 പട്ടാളക്കാർ മാത്രമുണ്ട്. 7 ലക്ഷം ജനങ്ങളെങ്ങാണ്ട് അന്നുള്ളൂ. ഗോലാൻ കുന്നിന് സമീപം പട്ടാളം മുഴുവൻ ഉറച്ചു. സൗദി അറേബ്യയോട് ചേർന്ന് 300 വിമാനങ്ങൾ എവിടെ കിടക്കുക? ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ. ഈജിപ്തിൻ്റെ നാസർ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ ഇസ്രയേൽ ഭൂതലത്തിൽ കാണത്തില്ല. ബാക്കിയൂടെ കേട്ടോണം. ഇന്ന് രാത്രി അന്ന് ഇസ്രയേലിൻ്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോശിദാൻ. ഒരു കണ്ണ് കാഴ്ച കുറഞ്ഞ യഹൂദനായിരുന്നു. അവൻ മോശയോട് ന്യായപ്രമാണം എടുത്ത് പ്രാർത്ഥിക്കുന്നവനാ. എന്താ ലോക രാജ്യങ്ങളോട് പറഞ്ഞു, ആഫ്റ്റർ 2 days the country is not available in the world. ലോകത്തിൽ അവൻ കാണത്തില്ല. പട്ടാളക്കാർ ചെന്ന് മോശിദാൻ എടുത്ത് പറഞ്ഞു, സാറേ സ്വാതന്ത്ര്യം കിട്ടിയതൊക്കെ വെറുതെയാ. 2 ദിവസം കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഭൂപടത്തിൽ കാണത്തില്ല. ലക്ഷക്കണക്കിന് പട്ടാളക്കാർ, 300 വിമാനങ്ങൾ. മോശിദാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു. അരാം സൈന്യ ആരുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു? ഏലീശയുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു. പ്രവാചകന്മാർ ആരോട് പറഞ്ഞു? പ്രവാചകന്മാർ ഏലീശയോട് പറഞ്ഞു, ദാണ്ട് അരാം സൈന്യം വന്നിട്ടുണ്ട്, നമ്മളെ തകർക്കാൻ പോവുക. ഏലീശ കരമുയർത്തി പടിനിമത്തിൽ ഒരു കാര്യം പറഞ്ഞു, അരാം സൈന്യത്തിൽ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനുണ്ട്. മനസ്സിലാകുന്നവർക്കായി പെന്തക്കോസ്തുകാർ കേട്ടാട്ടെ. കെ ചെറിയാച്ചൻ പറഞ്ഞ നോട്ടുകളെ നോട്ട് ചെയ്തു. ഇന്ന് രാത്രി എന്താ സംഭവിച്ചതെന്നറിയാമോ? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ലോകം തീരാറായി, അല്ലെങ്കിൽ ഇസ്രായേൽ തകരാറായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മോശിദ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. അവർക്ക് 300 വിമാനമുണ്ട്, അവർക്ക് പടക്കപ്പലുകളുണ്ട്, പട്ടാളക്കാരുണ്ട്. എന്നാൽ അവരിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിനകത്തുണ്ട്. അവന്റെ പേരാ യുദ്ധ ദിവസത്തിൽ വീരനായ ദൈവ. ഇന്ന് രാത്രി കുറുവലങ്ങാട് സെൻട്രൽ കൺവെൻഷൻ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇന്ന് രാത്രി അഭിഷേകമുള്ളവനെ തകർക്കുക, ആരാധിക്കുന്നവനെ തകർക്കുക, മുട്ടുമടക്കുന്നവനെ തകർക്കുക. ഒരു സൈന്യത്തിന് കഴിയത്തില്ല വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. ബാക്കിയൂടെ കേട്ടോണം. അന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി ദൈവം ഒരു ദർശനം കൊടുത്തു. 3 പട്ടാളക്കാരെ എഴുന്നേൽപ്പിച്ചു. പൈലറ്റുമാർ 150 മീറ്ററിൽ വിമാനം കയറിപ്പോയാൽ റഡാറിൽ കാണും. ദൈവദാസന്മാർ കേട്ടാട്ട് അവ 3 പൈലറ്റുമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവൻ പോകും, പക്ഷേ നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യണം. 4 മണിക്ക് ഈജിപ്തിൻ്റെ പാളയം ഇറങ്ങുമോ, 3 വിമാനം ചെല്ലണം, എയർപോർട്ടിൽ ഇടിച്ചിറങ്ങണം. ഗോലാൻ കുന്നുകളിനകത്ത് നമ്മുടെ പട്ടാളവും കാവൽ നിൽക്കുക. ഈജിപ്തിൻ്റെ പാളയം ഉറങ്ങിയപ്പോൾ 3 പൈലറ്റുമാർ യാത്രയായി. അവരുടെ ചെറു വിമാനങ്ങളുമായി ഈജിപ്തിൽ എയർപോർട്ടിൽ അമേരിക്ക
അമേരിക്കൻ ട്രേഡ് സെൻറ്ററിൽ ഒരു ഇറക്കി 300 വിമാനം 1967 കത്തിപ്പോയത്. സ്വോത്രം. ഈജിപ്റ്റ് ഇളകി. നാസറിനോട് പറഞ്ഞു മര്യാദയ്ക്കുന്നില്ല, നിന്നെ കൈകാര്യം ചെയ്യാം. അന്ന് ഗോലാൻ കുന്ന് ഇസ്രയേൽ കൈകളിലാക്കി, ജെറുസലേം അവൻ്റെ കൈകളിലേക്ക്. മനസ്സിലാകുന്നവർക്ക് ഇതാ ഭാരമുള്ള കല്ല്. ഇന്ന് രാത്രി ഈ ജെറുസലേം ഇസ്രയേലിൻ്റെ കയ്യിലിരിക്കുമ്പോൾ 2017 എല്ലാവരും കേൾക്കണം. 2070 മോനെ ലൈവ് ക്ലിയറായിട്ട് കൊടുക്കണം. 2017 അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്നു. ആ പ്രസിഡന്റിന്റെ പേര് ആരാ? നമ്മുടെ പ്രിയപ്പെട്ട ഇതാണ്ട് ഡൊണാൾഡ് ട്രംപ്. ജെറുസലേം അന്ന് തലസ്ഥാനമല്ല, കൈകളിൽ. 2017 ജെറുസലേം ആരുടെ തലസ്ഥാനമായി? ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി. എന്തിനു വേണ്ടി? യഹൂദൻ്റെ ആലയം. ഇതാ പ്രസംഗം. 2 ലോകം വിട്ടുനിന്നു. ജെറുസലേമിനകത്ത് US എംബസി തുറന്നു. ഇന്ന് നമ്മുടെ മോഡി സാറും പറയുന്നു ഞങ്ങൾ തുറക്കാം. 3ാമത്തെ കാര്യമായി ദാണ്ട് ഇസ്രയേലിന് ജൂതരാഷ്ട്രം. ഈ 3 കാര്യം നിൽക്കുമ്പോൾ ഇനി 4ാമത്തെ കാര്യം ഞാൻ പറയാം. 2023 അല്ലെങ്കിൽ 2023 ഒക്ടോബർ 7 നമ്മുടെ സുനിൽ പാസ് കൺവെൻഷൻ വെക്കുന്നതിന് 28 മാസം മുമ്പ് കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടന്നു. ഒരു സംഭവം ഉണ്ടായി. ഗാസ ഇസ്രയേൽ സംഘടന. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഇതാ 3 കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ഒരു സംഭവം നടന്നു. ഗാസ ഇസ്രയേൽ. എന്താ? ഒക്ടോബർ മാസം 7-ാം തീയതി സിംചത്തോറ യഹൂദൻ്റെ സുക്കോത്ത് പെരുന്നാളിൽ ഹമാസിൻ്റെ പോരാളികൾ ഇസ്രയേൽ ആക്രമണം നടത്തി. അതാ വരാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കം. അതിനാസ്പദമായി ബാക്കി കേൾക്കാം. ബൈബിളിനകത്തുണ്ടോ? യഹൂദൻ നിലവിളിക്കും, യെരുശലേമിൻ്റെ അരമനകൾ കത്തും. മനസ്സിലാകുന്നവർക്കായി ആമോസിൻ്റെ പ്രവചനം മോള് വായിക്കേണ്ട. ആമോസിൻ്റെ പ്രവചനം 2:5. ഞാൻ യഹൂദയ്ക്കകത്തൊരു തീ അയക്കും, യെരുശലേമിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. ഈ വാക്ക് ഇന്നാൾ ഒരു ചെറുപ്പക്കാരൻ ഏറ്റെടുത്തിട്ട് പെന്തിക്കോസുകാരുടെ കോട്ടേഴ്സിലെല്ലാം തീ ഇറങ്ങുമെന്ന് ജോബാഷ സ്വോത്രം. എന്തോ ചെയ്യാനാ? പെന്തിക്കോസിൻ്റെ കോട്ടേഴ്സിൽ തീ ഇറങ്ങുമെന്നല്ല, മറുതലിക്കുന്ന യഹൂദന് വേണ്ടി ദൈവത്തിൻ്റെ ന്യായവിധി വരുമെന്ന് ആമോസ് പറഞ്ഞു. സ്വോത്രം. പെന്തിക്കോസിൻ്റെ കോട്ടേഴ്സിലങ്ങ് തീ ഇറങ്ങത്തിൽ അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. വല്ല അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങിയാൽ ഏറ്റവും നല്ലതാണ്. സ്വോത്രം. അയ്യോ, ഇപ്പം അന്യഭാഷ പറയുന്നവൻ കോഡ് ഭാഷ പറയുന്ന നിന്നാൾ എന്നെയും വിമർശിക്കുന്നത് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അങ്ങനെ ഒന്നും പറയുന്നവരാകരുത്. നമ്മളെല്ലാം നമ്മുടെ ദൈവസഭയൊക്കെ നിലനിർത്തുന്ന ആത്മാവിലും സത്യത്തിലും അന്യഭാഷയിലും ആരാധിച്ച പിതാക്കന്മാരുടെ മഹത്വത്തിൽ. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഗാസ നിർജ്ജനം. ആമോസ് 1:6-7. ബൈബിൾ കൂടെ വെക്കണം അമ്മമ്മേ. ആമോസ് 1:6-7. ഗാസ നിർജ്ജനം. അതിരുകളില്ലാതാകും, ജനം ഓടിപ്പോകും. ഇന്ന് രാത്രി നമ്മൾ കുരുവിലങ്ങാട് സെൻട്രൽ കൺവെൻഷനിലിരിക്കുമ്പോൾ ഇസ്രയേൽ 7 രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധത്തിൽ, അന്തിമ യുദ്ധത്തിൻ്റെ തുടക്കം. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ജോർദാൻ, 4 സിറിയ, 5ാമത്തേതാര യമൻ, 6 ഇറാൻ, 7 ഖത്തറിൻ്റെ മണ്ടയ്ക്കും അവ അടി കൊടുത്ത് ദൈവദാസന്മാർ. അപ്പോൾ യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായോ? എന്താ? അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ബാക്കി കൂടെ കേട്ടാട്ടെ. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് കുറവലങ്ങാട് കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോട്, രാജ്യം രാജ്യത്തോടും എതിർക്കും. ശാപവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം. അപ്പോൾ ചിലർ ചോദിക്കും, പാസ്റ്റർ ഇപ്പം എന്താ നടക്കാത്ത? അത് നടക്കുന്നതിന് 3 കാര്യം ഇവിടെ നടക്കണം. 1 വീടും കാറും ഒന്നും എഴുതി വിറ്റ് കളയരുത്. ഓയിലക്ഷാർ നോക്കിയിരിക്കുക. 1 3ാം ലോകമഹായുദ്ധം നടക്കണമെങ്കിൽ 1 രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം. നിങ്ങളിത് പറയുന്നു, आप नॉर्थ इंडिया में जाओ 5000 गाँव में किसी को पता नहीं है कोई कौन है परमेश्वर. സന്തോഷമില്ലല്ലോ. 5000 ഗ്രാമം ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. 2 റോമാലേഖനം ക്ലിയർ ആയിരിക്കണം. എന്താ റോമാലേഖനം? അതിനകത്തൊരു വാക്ക് പറയുന്നുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യം ഉണ്ടാവും. 3ാമത്തെ പ്രവചനത്തിൻ്റെ നിവർത്തി. പത്രോസ്ലീഹ ധന്യൻ ചൊല്ലി. എന്താ കുറുവിലങ്ങാട് സെൻട്രൽ കൺവെൻഷൻ? ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ ദീർഘക്ഷമ കാണിക്കുന്നത് ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതിനായി കൺവെൻഷൻ. ബാക്കി കൂടി ഇന്ന് രാത്രി കേട്ടോണം. ഇടവേളയൊക്കെ ഞാൻ എടുത്തോളാം. കൃത്യസമയത്ത് ഞാൻ നിർത്തുകയും ചെയ്യാം. ഇന്ന് രാത്രി ഇസ്രയേൽ ഹമാസ് എവിടെ പോന്നു? 3ാം ലോകമഹായുദ്ധത്തിലേക്ക്. 1ാം ലോകമഹായുദ്ധം ഒരുവൻ വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോകമഹായുദ്ധം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ 3ാം ലോകമഹായുദ്ധം കഴിഞ്ഞാൽ
ഒരുവൻ വെള്ളക്കുതിരയുടെ പുറമോടിയൂടെ എഴുന്നേറ്റ് വരും. ഇസ്രയേലും പലസ്തീനുമായിട്ട് സമാധാന കരാർ. അതാ വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല്, ജയിക്കാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. ലോകം ഒരു കിരീടം അവന് കൊടുത്തു. അവൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ 4 ആലയങ്ങൾ. ഒന്നാമത്തെ ആലയം സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം പോയി. 2 ജ്ഞാനികൾ ജ്ഞാനിയ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. അതിനെ ആര് തകർത്ത് കളഞ്ഞു? BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 കോരശന്റെ ഇടയൻ എസ്രാ, നെഹമ്യാവ്, സെരബാബേൽ. ആ ആലയം പൊളിഞ്ഞില്ല. ഉലകഭരണം ദാനിയേൽ 8. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. 1 തലതങ്കം ബാബേൽ, 2 നെഞ്ചും കൈയും മേദ്യപാർസ്യ, 3 അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, റോം. ആ കാലഘട്ടത്തിൽ ഹെരോദാവ് 46 വർഷം കൊണ്ട് പണിഞ്ഞ ദൈവാലയത്തിൽ ആര് വന്നു? യേശു വന്നു. ഓശാന പെരുന്നാളിൽ ബൈബിൾ കൂടെ മത്തായി 24:1-2. അവൻ ദൈവാലയം വിട്ടു പോകുമ്പോൾ ചോദിച്ചു, ആലയത്തിന്റെ പണി ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ ഇസ്രയേൽ ഹമാസ്. ബാക്കിയൂടെ കേട്ടോണം, ചെറുപ്പക്കാർ കേട്ടോണം. അന്ത്യകാല സംഭവം. ഇങ്ങനൊരു അവസരം കിട്ടിയുകൊണ്ട് നിങ്ങൾ കേൾക്കണം. AD 68 ഇതാ പ്രസംഗത്തിന്റെ ഒരു ഭാഗം. 3 ഭാഗം കൂടെ വായിക്കുമ്പോൾ ഞാൻ ഇടവേള, പിന്നെ ഒരു 15 മിനിറ്റ് മതി. AD 68 കേട്ടാട്ടെ. ടൈറ്റസ് രാജാവ് എവിടെ വന്നു? യെരുശലേമിനെ ആക്രമിക്കാൻ വന്നു. ഒലിവുമലയുടെ താഴ്വരെ തമ്പടിച്ചു. അച്ഛന്മാരെല്ലാം കേട്ടോണം. എന്താ സംഭവിച്ചത്? പെട്ടെന്നൊരു മെസ്സേജ് വന്ന് അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അവരെന്താ പറഞ്ഞെന്നറിയോ? ഇപ്പം ആക്രമിക്കണ്ട, പിന്നെ ആക്രമിക്കാം. ഇതൊരു നിഴൽ. അതിനാസ്പദമായി യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കേട്ടോർ സുനിൽ പാസ്റ്റർ അതിനകത്തുണ്ടായിരുന്നു. അവർക്ക് പിടികിട്ടി ആലയം തകരും. അതുകൊണ്ട് അവർ പെല്ലാ മലയിലേക്ക് ഓടിപ്പോയി. അതൊരു നിഴലെങ്കിൽ കുറവലങ്ങാട് സെൻറ്ററിനോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്ക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരും. സ്വത്രം. ബാക്കിയൂടെ കേട്ടോ. ഇന്ന് AD 70 അന്നൊരു സംഭവം നടന്നു. ആലയം തകർന്നു പോയി. എന്താ സംഭവിച്ചത്? ഇന്നൊരു വാതിലുണ്ട്, കിഴക്കേ വാതിൽ, വിലാപ മതിൽ. ആ വിലാപ മതിലിനകത്ത് ബെഞ്ചമിൻ നെതന്യാഹു ചെന്ന് തലയിടിച്ച് കരയുന്നു, ഞങ്ങൾ പള്ളിക്ക് വേണ്ടി. 2 ഇറ്റാമിൻ ബെൻഗീർ, ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി, കഴിഞ്ഞ ദിവസം ആ കിഴക്കേ വാതിലിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കി എല്ലാവരും കേൾക്കണം. 1967 കേട്ടാട്ടെ, ജോർദാനിലെ ഹുസൈൻ രാജാവ് വാതിൽ തുറക്കാൻ പോയി. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. മശിഹായുടെ മടങ്ങി വരവ്. ബൈബിൾ കൂടെ എസെക്കേൽ 44:1-2. കേബാർ നദീ തീരത്തിന് എസെക്കേൽ പുരോഹിതനോട് സ്വർഗം പറഞ്ഞു, വായിക്ക് വരുക. ഇസ്രായേലിന്റെ കിഴക്കേ വാതിൽ കാണിച്ചു. ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവയായ കർത്താവ് ഇതിൽ കൂടി കടന്നതുകൊണ്ട് ഈ വാതിൽ അടച്ചിരിക്കണം. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശ. സങ്കീർത്തനം 24:7. അതാ നമ്മുടെ മശിഹായുടെ വരവ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. അതുകൊണ്ടാണ് യെരൂശലേമിന്റെ വാതിൽ. ഇന്ന് രാത്രി 15 കാര്യങ്ങളാണ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അപ്പായിട്ട് നിങ്ങൾ കേട്ടോണം. സമയന്റെ മുൻപിലുണ്ട്, അതുകൊണ്ട് സമയം മേടിച്ചത്. 1 ട്രംപ് ജെറുസലേമിന്റെ തലസ്ഥാനം. 2 അത് കഴിഞ്ഞതിന് ശേഷം എംബസി. 3 ഇസ്രായേൽ ജൂതരാഷ്ട്രം ആർക്കും മത്സരിക്കാൻ പറ്റത്തില്ല. 4 ഇന്ന് രാത്രി കുറവലങ്ങാട് സെൻട്രൽ കൺവെൻഷൻ 44 ദിവസം കൊണ്ട് ആലയം പണിയാനുള്ള ബ്ലൂ പ്രിന്റ്. 5 ടീം ആൻഡ് ബെയർ കോൺട്രാക്ടിംഗ് കമ്പനി ഏൽപ്പിച്ചു. 6 $60 ദശലക്ഷം $3 ബില്യൺ യഹൂദൻ പിരിച്ചു കഴിഞ്ഞു. 7ാമത്തെ സംഭവം, ഭൂമിയുടെ അടിചെക്കാൻ കാൽക്രോ കൺസൾട്ടിംഗ് എഞ്ചിനീയർ, കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് ഉള്ളതുപോലെ ഇന്ന് രാത്രി സജു ചാത്തന്നൂരോട് പ്രസംഗിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിന് ചുവന്ന പശുക്കുട്ടികളെ ഇസ്രായേൽ വളർത്തിക്കഴിഞ്ഞു. 8ാമത്തെ കാര്യം, 9 കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ ഉള്ളതുപോലെ 200-ൽ പരം കുഞ്ഞുങ്ങൾ തൽമൂദ് പഠിക്കുന്നു. 10 ടെക്സാസിൽ നിന്ന് ചുവന്ന പശുക്കളെ ആര് കൊണ്ടുവന്നു? അമേരിക്കക്കാരിൽ നിന്ന് ഇസ്രായേൽ കൊണ്ടുവന്നു. 11 കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം. അന്ത്യകാല പ്രഭാഷണം. ഇന്ന് രാത്രി യഹൂദൻ ആലയമുണ്ടായാൽ സകല യഹൂദന്മാരും മടങ്ങി വരും. ട്രാഫിക് നിയന്ത്രിക്കാൻ ഒരു ചെറുപ്പക്കാരനെ റെഡിയാക്കിയ റോണിയൽ ഷക്കർ, അവൻ ബ്രിട്ടനിൽ പഠിക്കുന്നു. 12 പുരോഹിതന് ധരിക്കാനുള്ള മാർപ്പതക്ക എവിടെ നിന്നുണ്ടാക്കിയെന്നറിയാമോ? മെഡിറ്ററേനിയൻ കടൽ ഒച്ചിയിൽ നിന്നുണ്ടാക്കി. 13ാമത്തെ സംഭവം, കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നു. അവൻ രഹസ്യമായി ചുവന്ന പശുക്കുട്ടിയെ അറുത്തു തുടങ്ങി. അതിൻ്റെ പേര് ഹനൂക്ക ഫെസ്റ്റിവൽ. മനസ്സിലാകുന്നവർക്ക് ഇസ്രായേലിൽ ഹനൂക്ക. 14ാമത്തെ സംഭവം,
വായിക്കാം. സകല യഹൂദനും മടങ്ങി വരാൻ പോകുന്നു. അതിനാസ്പദമായി കാണിക്കാം. ഇസ്രായേൽ റെഡി. ഇനി കുഞ്ഞു വായിക്കും ഇടവേളയിലേക്കും. പുറപ്പാട് 30, 12, 13 എടുത്താട്ട് യഹൂദൻ കാണിക്ക് അർപ്പിക്കാൻ റെഡിയായി. മോള് വായിച്ചാട്ടെ. പുറപ്പാട് 30, 12, 13 വായിക്കാം. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ വായിച്ചോ മോളെ. അവരിൽ ഓരോരുത്തൻ താൻ താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എല്ലാവരും ബൈബിളിൽ കുഞ്ഞു വായിക്കുന്ന ഞാൻ കാണാതെ പറയും, പക്ഷേ ഈ കുഞ്ഞ് വായിക്കുന്ന നോട്ട് ചെയ്യണം. അടുത്ത വാക്ക് എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം കൊടുക്കണം. മോൾ അവിടെ നിർത്തിയാട്ട്. എല്ലാവരും ബൈബിൾ സ്പീഡിൽ പോയാൽ കിട്ടത്തില്ല. അരശേക്കൽ 1948 യഹൂദൻ സ്വതന്ത്രമായത്. 1970 ലോകത്തിലെ ധനവാന്മാരവന്മാരാ. അരശേക്കൽ അങ്ങ് പോയി. മനസ്സിലാകുന്നവർക്കായി കുര്യൻ പാശ് വിട്ടിരിക്കുന്നു, സുനിൽ ബേട്ടമല പാശ് വിട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 10 പൈസ 5 പൈസ ഇടവേളയ്ക്ക് മോരും വെള്ളം, 5 പൈസയ്ക്ക് മുട്ടായി. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇപ്പം 10 കാണാനില്ല, 5 കാണാനില്ല സ്വോത്രം. അതുപോലെ യഹൂദൻ അരശേക്കൽ എടുത്തു കളഞ്ഞു മോനെ. ഇപ്പതാ കോവിഡ് വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ വീട്ടിലും 20 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ആലയത്തിൽ കാണിക്കിടാൻ പ്രിയാട്ട് പൈസ. അടുത്ത വാക്കുകൂടെ മോള് വായിച്ചാട്ടെ. ആലയം റെഡിയാവാൻ പോവാ. അതിന് വിട്ട് പോണം. ശേക്കേൽ എന്നത് 20 ഖേര. വായിക്കാം. അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരായ യഹൂദന്മാര് കൊണ്ടുവന്ന് 2 കോടി ഇടരുത്. അതുകൊണ്ടായത്. സ്വോത്ര കാഴ്ച കൊടുക്കുമ്പോൾ വായിച്ചാട്ടെ. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെ ഉള്ളവരെല്ലാം വഴിപാട് കൊടുക്കണം. എല്ലാവരും 20 വയസ്സിൽ താഴെയുള്ള ഒരു വഴിയാധാരമായ ആധാറിന്റെ സംഖ്യ പോലെ അവരും എടുത്ത് ഇസ്രായേൽ സെക്യൂരിറ്റി നമ്പർ നോട്ട് ചെയ്യാച്ചായ. അടുത്ത വാക്ക് വായിക്കാം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ധനവാൻ വായിച്ചാട്ടെ. നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കേൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. കുറവലങ്ങാട് പഞ്ചായത്ത് നോക്കുന്ന കുഞ്ഞമ്മാമ കാല് കൊടുക്കരുത്. അതുകൊണ്ടാ ബെഞ്ചമിനെ തന്നെ അരശേക്കൽ അടിച്ച് വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഇതെല്ലാം അന്ത്യകാലം. 13ാമത്തെ കാര്യം 14 സകല യഹൂദനും മടങ്ങി വരുന്നു. ഗാസ ഇസ്രായേൽ സംഘടന നടത്തിയപ്പോൾ എസക്കേൽ പ്രവചനം നിവർത്തിയായി. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സകല യഹൂദനും മടങ്ങി വരാം. വായിക്കാം. എസക്കേൽ പ്രവചനം 36-24 ബൈബിൾ എടുത്താട്ട്. പൊണ്ണു കുമ്പനാട്ട് കെ എബ്രാസാറ് TG ഉമ്മച്ചമ്പാസും ഒക്കെ പറഞ്ഞ വാക്യം എടുത്തോ. വായിര് കെ പറഞ്ഞ വാക്യം വായിച്ചാട്ടെ. എസക്കേൽ 36-24 അച്ഛാ എടുത്തു. ഉഷാറായിട്ട് വായിച്ചു. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി. ബാക്കിയൂടെ കേട്ടോ അമ്മ. ഇത് കേട്ടോ. യൂട്യൂബ് കാണുന്നവർക്കായി. എന്താ? സകല യഹൂദന്മാരും മടങ്ങിപ്പോകുന്നു. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ എയർപോർട്ടിൽ ഒരു ടീം റോഷ് ഹോസന്ന ഗ്രൂപ്പ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞത് അച്ഛന്മാരെല്ലാം കേട്ടോട്ടെ. എന്താണെന്നറിയാമോ? അമ്മ യഹൂദ സ്ത്രീ അപ്പനാരായാലും മടങ്ങി വരാം. ദാവീദും ഗോലിയാത്ത് ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. അവിടുന്ന് 10,000-കണക്കിന് വീട് പണിയുന്നു. സുനിൽ ബേട്ടമല സാറി കൺവെൻഷന് പോസ്റ്റ് അടിക്കുമ്പോൾ ഇന്ന് പലസ്തീനോട് ഉയർന്ന 6,000 വീട് യഹൂദൻ പണിയുന്നു. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി. മനസ്സിലാകുന്നവർക്കായി. നിങ്ങളുടെ തൊട്ടടുത്ത് കൊച്ചി, മട്ടാഞ്ചേരി, അത് കഴിഞ്ഞിട്ട് ഇരിങ്ങാലക്കുട. മാള എവിടെ നിന്ന് വന്ന്? മാള മലയാളമല്ല, കരുണാകരജി മത്സരിച്ച മാള യഹൂദൻ്റെ സ്ഥലമാണ്. വാണ്ടറിങ് ജൂയിസ് മായിലാകത കൊരട്ടി അങ്കമാലി ഒരെണ്ണമില്ല. ഞാൻ IPCയുടെ എറണാകുളത്ത് ലോക്കൽ കൺവെൻഷന് പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ സെൻട്രൽ പാസ്റ്ററോട് ചോദിച്ച് സാറേ ഇവിടെ യഹൂദന്മാരെല്ലാം ഉണ്ടോ? ഉടനെ പറയാം പാസ്റ്ററെ എല്ലാം പോയി ബാബുചേട്ടനെ ബാക്കിയുള്ളെന്ന്. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു വീട് വല്ലതും ഉണ്ടോ എന്ന്. അപ്പം പുള്ളി ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഞാൻ പറഞ്ഞു ഇവിടെ നല്ല കടൽക്കാറ്റും ഉണ്ട്, നല്ല മീനും കിട്ടുമല്ലെന്ന് വിചാരിച്ചു. ഉടനെ പുള്ളി എന്നോട് ചോദിക്കുക പ്രസംഗിച്ച കാശുണ്ടോന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു എല്ലാം നോട്ടായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. സ്വോത്രം. അപ്പോൾ അച്ഛൻ എന്നോട് പറയാം ഞാനൊന്ന് മേടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല ചാത്തൻ്റെ ഒരു പിന്നെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്വോത്രം. ഇനി കൊച്ചി ജൂതൻ ആരുണ്ട്? സ്വോത്രം. ബാബുച്ചേട്ടൻ മാത്രമുണ്ട്. ഈ ദിവസങ്ങളിൽ പത്രം വായിക്കണം. ബെനി മനാശെ കരമുയർത്തുന്നവർക്കായി. ആരാ? എവിടാ? ആസാം, മണിപ്പൂർ, മേഘാലയ, ഷില്ലോങ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു 1600 യഹൂദന്മാരെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നു. ആലിയ 2026. ആര് വായിച്ച്? രാഹുൽ തേങ്കൂട്ടത്തിൽ നീ വായിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. യഹൂദം മടങ്ങി പോകുന്നത് സന്തോഷമില്ലല്ലോ. സ്വോത്രം. സകലത്തിൽ മടങ്ങുന്നില്ല. സ്വോത്രം.
പെന്തിക്കോസുകാരെ ഇതൊക്കെ വായിക്കണം. ആദ്യം മാതൃഭൂമിയാണ് കൊടുത്തത്, സകല യഹൂദന്മാരും മടങ്ങുന്നെന്ന്. അമിത്ഷായുടെ മോഡിയോടും പറഞ്ഞൊരു കാര്യം, ഒറ്റ വീടും വിറ്റേക്കരുത്, ഓൺലൈനിൽ പൈസ അടച്ചോളാന്ന്. 2026 ഞാൻ കുറവലങ്ങാട്ടോ മോനിപ്പള്ളിയിലോ കാപ്പിപ്പള്ളിയിലോ ഇലഞ്ഞിയിലോ വന്നില്ലെങ്കിൽ നിങ്ങളുടെ പത്രത്തിൽ കാണാൻ പോകുന്ന വാർത്ത, ഇസ്രയേലിൻ്റെ വിമാനം വന്ന് 1600 മനശ്ശെ ഗോത്രക്കാരെ കൊണ്ടുപോകുന്നു. ബെനി മനാശെ ഇന്ന് രാത്രി കുറവലങ്ങാട് സെൻറ്ററിനോട് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കരമുയർത്തുന്നവർക്കായി രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി. ബന്ധക്കോസ് ദൈവസഭ ഉമ്മച്ചമ്പാസും കെ എബ്രാസാറൊക്കെ ചങ്കീറിയ പഠിപ്പിച്ചു. സ്വോത്രം എല്ലാവരോടും കർത്താവിൻ്റെ വരവിന് വേണ്ടി. എന്നെ ക്ലാസ് എടുത്ത കെ ചെറിയാച്ചാൻ എന്നോട് പറഞ്ഞു, അന്ന് എടാന്നാ വിളിക്കുന്ന സുനിൽ പാസ്റ്റർ. സ്വോത്രം എല്ലാം എടുത്ത് പ്രസംഗിച്ചോണം, പൈസ കിട്ടിയാലും വചനം വിടരുതെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതുകൊണ്ട് വചനം വിടരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ വാക്യെല്ലാം എൻ്റെ നോട്ടിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അമേരിക്ക ട്രംപ് വന്നു. ഇപ്പോൾ ഒരു ദേവാലയം പണിയോ. ഇരമ്യാവ് 6:14. 2 വാക്യം കഴിയുമ്പോൾ ഇടവേള. ഇരമ്യാ പ്രവചനം 6:14. അമേരിക്ക ട്രംപ് വന്നു. ഇപ്പം ദേവാലയം പണിയോ. പണിയത്തില്ല. ഇരമ്യാ പ്രവചനം 6:14. ഇവിടെ ഒരു ദേവാലയം വരത്തിൽ. ഇപ്പോൾ ഉടനെ യഹൂദന് വായിക്കാൻ പോളെ. ഇരമ്യാവ് 6:14 വായിക്കാട്ടെ. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞു. സമാധാനം എന്നവർ പറഞ്ഞു. എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇപ്പൊ ഒരു 3-4 ലോകമകായത്തെ നടക്കത്തില്ല. കാലൊടിഞ്ഞവനെ കാരിത്താസി കൊണ്ടുപോകും. ഡോക്ടർ ആദ്യം നീര് കുറയട്ടെന്ന് പറയും സുനിൽ പാസ്റ്റർ. പ്ലാസ്റ്റർ ഇടും, പിന്നെ കമ്പി ഇടത്തോള്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഇതൊരിടവേളയാ. ഇതിൻ്റെ നടുവിൽ രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കാൻ കാന്തൻ വരാറായി. ഇന്ന് രാത്രി 3 ഭാഗം. അപ്പം 2 ദേവാലയം ഇവിടെ കാണുമോ? കാന്തൻ്റെ വരവിൽ ആരെടുക്കപ്പെടും? പഴയ ദേവാലയം വായിക്കാൻ 3000 പേർ വീണുപോയി. ബൈബിൾ എടുത്താട്ട് നല്ല ക്ലിയർ ആയിരിക്കണം വചനം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിക്കുന്നത്. 1-ാമത്തെ സഭകളോടുള്ള ബന്ധത്തിൽ പഴയ നിയമസഭ എങ്ങനെ വീണു? പുറപ്പാട് പുസ്തകം 32-26-28. മോള് വായിച്ച് സഹായിച്ചാട്ടെ. നിങ്ങൾ ബൈബിൾ എടുത്താട്ടെ. മോശയും അഹരോനും വൈരുമോളെ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് എന്നാരെ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. മോശ പറഞ്ഞ പ്രകാരം വായിച്ചോ മോളെ. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് മോൾ ഒരു വാക്കൂടെ വായിച്ചിട്ട് അപ്പോ നമ്മുടെ മത്തായിലേക്ക് വരണം. ഇടവേളയിലേക്ക് പോകാം. ഇന്ന് രാത്രി പഴയ നിയമത്തിൽ അഹരോന്റെ കാളക്കുട്ടി മോശ മേളിലോട്ട് പോയി. തിരിച്ചു വന്നപ്പം ജനം കെട്ടഴിഞ്ഞ് കാളക്കുട്ടിയുടെ മുമ്പിൽ മുകുമ്പിടുക. മോശ ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് പറഞ്ഞു, ലേവ്യരിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. അന്ന് രാത്രി ഒരു പോരുണ്ടായി. ജാതീയ ആരാധനയിൽ എത്ര പേർ വീണു? അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. അടുത്ത വാക്ക് മോശ പറഞ്ഞ പ്രകാരം വായിച്ചു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. കരമുയർത്തുന്നവർക്കായി ജാതീയ ആരാധന. അങ്ങനെങ്കിൽ ആ സഭ പോയി. ഇന്ന് യഹൂദന്റെ ആലയമാണോ? വായിക്കാം. ഇന്ന് ഇവിടെ ഒരു സഭയുണ്ട്. മത്തായി 16, 17, 18 വാക്യങ്ങൾ എടുത്ത് വായിച്ചാട്ട് മോളെ. പടപട എല്ലാവരും നോട്ട്. എന്താ ഇവിടെ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു ശിഷ്യന്മാരെ സമീപിച്ചു. മനുഷ്യപുത്രനെ വായിക്കാം. പടകിന്ന് ചാടി ഒരു പുള്ളി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു. മോള് വായിച്ചാട്ട്. മത്തായി 16, 17, 18 വായിക്കാം. ശീമോൻ പത്രോസ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ യേശു എന്ത് പറഞ്ഞു? വായിച്ചോ. യേശു അവനോട്, ബറിയോനാ ശീമോനെ. വായിച്ചോ മക്കളെ. നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അടുത്തത് ഞാൻ എന്റെ സഭയെ. പത്രോസ് ആകുന്നു. നീ പത്രോസ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസ് ആകുന്നു, പക്ഷേ യഥാർത്ഥ പാറ ക്രിസ്തു. ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും. അടുത്ത വാക്ക് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ക്ലിയർ ആയിക്കോണം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. നീ സ്വർഗത്തിൽ കെട്ടുന്ന വായിച്ചോ മോളെ. എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്തൂടെ ചെയ്തത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. The key of the heaven transmitted to you. അവന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. 1-ാമത്തെ പോപ്പ. ബാക്കിയൂടെ കേട്ടു. അടുത്തത് വൈര്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും
അടുത്ത് 40-41 പറയണം. ദാ കിടക്കുന്നു ഫിലിപ്പിന്റെ കൈസരി വെച്ച് അമ്മമാര് ചേട്ടന്മാര് കേട്ടോണ്ട് അന്ത്യകാല പ്രഭാഷണം ക്രിസ്തു ചോദിച്ചു. യേശു ചോദിച്ചു, മനുഷ്യപുത്രനെ ആർ? പത്രോസ് എടുത്തിയാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവന്റെ കുടുംബ പേരൂടെ വിളിച്ചു, ബരിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. ഇവിടെ ഒരു വാക്ക് ബെന്തിക്കോസുകാരടുത്ത് പറയാം. യേശു ഒരു ദിവസം രാവിലെ പോയി. എവിടെ പോയി? ഗന്നസറേത്ത് തടാകം. അവിടെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടിയില്ല. 2 ചേട്ടന്മാർ വല കഴുകുക, പത്രോസും അന്ത്രയോസും. അവരുടെ വലയില ദൈവം പ്രസാദിച്ച്. ബാക്കി കടൽക്കരെ നമ്മുടെ വൈപ്പിൻ ദ്വീപിൽ ചെന്നപ്പോൾ കുറച്ച് പേര് കൊച്ചുപീടി അടിച്ച് കടലയും കടിച്ചുകൊണ്ടിരുന്ന അവൻ്റെ വലയിലൊന്നും കർത്താവ് കയറിയില്ല. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അവനെ ഒന്നും കർത്താവിന് വേണ്ട. കൊച്ചുപീടിയും കഞ്ചാവും അടിച്ചവനെ വേണ്ട. യവന്മാരുടെ വലയിലൊന്നും കയറിയില്ല. ഒരു കഴുകലുണ്ടായിരുന്നു. കഴുകലുള്ളിടത്ത് എന്നിട്ട് യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ എനിക്കൊരു പരിശുദ്ധത്തിൽ പ്രസംഗിക്കണം. പടകൊന്ന് നീക്കാൻ വല വിട്ടുകൊടുത്തു. പടകും വിട്ടുകൊടുത്തു. യേശു ഒരു കവലപ്രഭാഷണം നടത്തി. മനസ്സിലാകുന്നവർക്കായി കവലപ്രഭാഷണം നടത്തിയിട്ട് യേശു ചോദിച്ചു. നല്ല പ്രസംഗം കേട്ടപ്പോൾ പത്രോസ് ഒരു വേക്ക് പറഞ്ഞു, യവൻ സാധാരണ റബ്ബിയല്ല. ഒറ്റ കാര്യം, ഞാനൊരു പാപിയാ. ഉടനെ ഞാൻ അടുത്ത കൺവെൻഷൻ കുമ്പനാട് കാണാനാന്നോ ജോബ് വാസനെ പറഞ്ഞത്. സ്തോത്രം. കാന്തൻ്റെ മുൻപിൽ മുട്ടുമടക്കിയ ഒരു കുഞ്ഞിനെ പോലും ദൈവം വെറുതെ വിടത്തില്ല. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ പ്രസംഗം. പത്രോസ്, നീ എന്താ നിന്റെ വിഷയം? നാദാ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് എൻ്റെ പടകിനകത്തൊന്നും നിറഞ്ഞില്ല. സ്വർഗം പറഞ്ഞു, ഒരു മത്സ്യത്തൊഴിലാളിയുടെ പടകിനകത്ത് അനേക വലകൾക്കാണ്. സൈമൺ, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ. അന്ന് രാത്രി കടലിൻ്റെ ശാസ്ത്രം അഴിയാവുന്ന മുക്കുവക്കുടിൽ ജനിച്ചു വളർന്നവൻ അവൻ്റെ വലയ്ക്കകത്ത് 4 യാമത്തിൽ ഒന്നും കയറിയില്ല. എന്നാൽ നാഥൻ്റെ വാക്ക് കേട്ട് അവൻ വലയിറക്കിയപ്പോൾ അവൻ്റെ വലയ്ക്കകത്തൊരു പെരുത്ത മീൻകൂട്ടം കരമടിച്ച്. ഇന്ന് രാത്രി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. ഇന്ന് രാത്രി നിന്റെ പടക് കർത്താവിന് വിട്ടുകൊടുക്കാമോ? സഹോദരി, ചെറുപ്പക്കാര, എൻ്റെ നാഥനെ നിന്റെ കുടുംബത്തിനകത്ത് ഇൻവൈറ്റ് ചെയ്യാമോ? നിന്റെ ശൂന്യതകളെ മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ആ പത്രോസ പുതിയ നിയമ സഭ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം. 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ പാർത്തു. ബാക്കി മോൾ എടുത്തോണം, ഇടവേളയിൽ പോവാ. പിന്നെ ഇനി 3 വാക്യവും കൂടെ ഉള്ളു. എന്താ സംഭവം? പെന്തിക്കോസ് പെരുന്നാൾ, 10 ദിവസത്തെ വഴിദൂരം, സെഗിയോൻ മാളിക മുറി. അമ്മാമ്മ കേട്ടാട്ട് യേശുവിൻ്റെ അമ്മ മറിയാമ്മച്ചി, അതിനോട് ചേർന്ന് 107 വിശ്വാസ സമൂഹം, പൈസ മാറ്റിയ യൂദായ്ക്ക് പകരം മത്തിയാസ്, 120 പേർ നിലവിളിച്ചു. അന്ന് ഉയരത്തിലെ ശക്തി വന്നു ദൈവസഭ. അപ്പോസ്തല പ്രവൃത്തി 2:40-41 വായിച്ചട്ടെ. ഇടവേളയിലേക്ക് വാ, വായിച്ചു. ഇങ്ങനെ പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. അന്ന് വായിച്ച മോളെ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേർ? അന്ന് 3000-ഓളം കരമുയർത്തുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 1ാമത്തെ ഇടവേള, അമ്മാമ്മ കേട്ടോണേ, 1ാമത്തെ ആലയ സമാഗമന കൂടാരം, 2ാമത്തെ ആലയ ശലോമോന്റെ ആലയം. അച്ഛാ, കോരശിന്റെ ആലയം കൈറോദാവ് പുതുക്കി പണിഞ്ഞു. അത് AD 70 ആര്? ടൈറ്റസ് തകർത്തു. ഇന്ന് യഹൂദൻ ഒരാലയമില്ല. അങ്ങനെയെങ്കിൽ വെള്ളക്കുതിരയുടെ പുറമോടിയിൽ എതിർ ക്രിസ്തു കടന്നു വന്ന് യഹൂദൻ ഒരാലയം പണിഞ്ഞ് അവിടെ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് കുറവലങ്ങാടുന്നൊരു കൂട്ടം എടുക്കപ്പെടാറായി. ആരാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. കുറവലങ്ങാട് സെന്ററിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുക. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ നെഞ്ചത്ത് കൈവച്ച്, യേശു എന്റെ ഏക രക്ഷക, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തുപോയി. രാത്രി ഒറ്റ കാര്യം കൂടെ എല്ലാവരും കേൾക്കണം. ഇനി ഒരു 15 മിനിറ്റ് കൂടെ അത് വെള്ളം കുടിക്കാൻ ഞാൻ നിൽക്കുക. കാസർഗോഡ് ഞാൻ പ്രസംഗിക്കാൻ പോയി. എല്ലാവരും കേൾക്കണം. പെരിയ കൂട്ടക്കൊലപാതകം നടന്ന സ്ഥലം എല്ലാവരും കേൾക്കണം. കൺവെൻഷൻ എന്തിനാ? അവിടെ ശരത്ലാൽ കൃപേഷ് മരിച്ച സ്ഥലമാണ് കല്ലാട്ടുമുക്ക്. ഇവിടെ ഒരു യോഗത്തിന് അനുമതി കിട്ടത്തില്ല. അവിടെ 6 ചെറുപ്പക്കാർ, അതിലൊരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം മരിച്ച നാരായണൻ പാസ്റ്റർ, അദ്ദേഹം 6 ചെറുപ്പക്കാരും അദ്ദേഹം കൂടി ഒരു കൺവെൻഷൻ വെക്കുക. എന്നോട് ചോദിച്ചു, പാസ്റ്റർ വരാൻ പറയും. പോലീസുകാർ കൊടുക്കത്തില്ല. ക്രൈംബ്രാഞ്ച് ഐ എൻ്റെ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. എന്താ സംഭവിച്ചത്?
3 ദിവസത്തെ കൺവെൻഷൻ. സൗകര്യമാർ കേൾക്കണം, ചെറുപ്പക്കാർ കേൾക്കണം, മോനെ നിങ്ങൾക്ക് വേണ്ടിയത്. 3-ാം ദിവസം രാത്രി എനിക്ക് മംഗള എക്സ്പ്രസ്സാണ്. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കൊണ്ടുവിടാൻ വണ്ടിയില്ല. ഞാൻ പറഞ്ഞു സൈക്കിളായാലും മതി എന്നെ കൊണ്ടുവിടാൻ. ആദ്യ ദിവസം 200 പേർ CSIക്കാർ തൂത്തുപറക്കി എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. 350. ഞാൻ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റിനെ പ്രസംഗിച്ച് 4-ാം ദിവസം റോഡ് മൊത്തം ഹൈന്ദവ സഹോദരങ്ങൾ, ഒറ്റ ഇരിക്കാൻ സ്ഥലമില്ല. രാത്രി 10:30 ട്രെയിൻ, 10 മണിക്ക് പ്രസംഗിച്ച ക്ഷീണം കൊണ്ടിറങ്ങി. ഒരു വെള്ളം കുടിച്ചു. ഞാൻ പറഞ്ഞു ഡ്രസ്സ് ഞാൻ പുറത്ത് മാറാൻ, ആകാരമൊന്നും വേണ്ട. അവിടെ പുറത്ത് എൻ്റെ ബാഗിനകത്ത് നിന്ന് ഡ്രസ്സ് മാറിയപ്പോൾ മാമേ കേട്ടോണം, ഇതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവാന്ന്. സ്തോത്രം. ഞാൻ കരഞ്ഞുപോയി. ഇവൻ ആരാ? അപ്പം അവൻ എന്നോട് പറഞ്ഞു, സാറേ 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് നിന്ന് പ്രസംഗം കേൾക്കുക. ഇന്ന് എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആരും അറിയാതെ ഈ മരച്ചീനയുടെ ഇടയിൽ കൂടി സ്റ്റേജിൻ്റെ പുറകെ നിൽക്കുക. ഞാൻ ചോദിച്ചു ആരാ കേൾക്കണം? അവൻ പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ എന്നെ കൊന്നുകളയും. പെരിയ കൂട്ടക്കൊലപാതക കേസ് വഴി കാണിച്ച ഞാൻ ജാമ്യത്തിൽ നിൽക്കുക. എന്നെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ തട്ടിക്കളയും. പക്ഷേ എനിക്ക് വചനം കേട്ടപ്പോൾ ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. ഈ പാസ്റ്റർമാർ കൂടെ വന്നൊരു ബൈബിൾ കൊടുത്തു. എല്ലാവരും കേൾക്കണം. അവനോട് ഞാൻ പറഞ്ഞു, മോനെ നീ മരിക്കണ്ട, നിനക്ക് പകരമായി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമോ? ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. ഞാനിഞ്ഞ് പോരുന്നു. ഞായറാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കർത്തൃദാസൻ പറഞ്ഞു, 1000 കിട്ടിയില്ല ദൈവദാസന്. പെരിയ കൂട്ടക്കൊലപാതകത്തിൽ ബൈബിൾ കൊടുത്തവൻ സഭയ്ക്കകത്ത് വന്ന് പാട്ടറിയത്തില്ലെങ്കിൽ കരമുയർത്തുന്നു. ഇന്ന് രാത്രി ഇതാ ക്രൂശിൻ്റെ വചനം. കരമുയർത്തുന്നവർക്കായി ഇവിടുത്തെ ഒരു കൊലപാതകയെ മാനസാന്തരപ്പെടുത്താൻ ഇവിടുത്തെ മതങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ ഇസങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ പീനൽ കോഡുകൾക്ക് കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഉയർത്തുന്ന ദൈവത്തിൻ്റെ വചന, കരമുയർത്തുന്നവർക്കായി ക്രൂശിൻ്റെ വചന, നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കു അത് ദൈവശക്തി. Now we are going a short break. ഇനി 20 മിനിറ്റൂടെ പ്രസംഗം, 10 മിനിറ്റ് ആരാധന. 9:15 നിർത്തിത്തരാം, വിഷമിക്കണ്ട. ഇപ്പോഴത്തെ സംഭവം എന്തുവാ? ആരും മിണ്ടുന്നില്ലല്ലോ. സ്വോത്ര ആരും മിണ്ടുന്നില്ല. സ്വോത്ര ചിക്കൻ തിന്ന അച്ചായനും മിണ്ടുന്നില്ല, അൽപകാൻ നിന്ന കുഞ്ഞമാമയും മിണ്ടുന്നില്ല. സ്വോത്ര എന്താ സ്വോത്ര? പെന്തിക്കോസുകാർക്ക് സ്വോത്രമുണ്ട്, കാഴ്ചയില്ല. സ്വോത്രം. അതുകൊണ്ട് ഇപ്പം കുഞ്ഞു പാടുമ്പോൾ നല്ലൊരു കാണിക്ക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. 500 നിരോധിക്കുവാണെന്ന് പറയുന്നത് കേട്ട് മനസ്സിലാക്കുന്നവർക്കായി സമയം തക്കത്തിൽ ഉപയോഗിക്കാം. മോൻ പാടുമ്പോൾ നല്ലൊരു കാണിക്ക കൊടുക്കണം. അതിനുശേഷം 20 മിനിറ്റൂടെ പ്രസംഗം നിങ്ങൾ സഹകരിക്കണം. പാട്ട് പാടിയായിട്ട് മോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വത്രാഴ്ച എടുക്കാനുള്ള വാളണ്ടിയേഴ്സ് എത്രയും വേഗം കാര്യങ്ങൾ ക്രമീകരിക്കണം.
ഒടുവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തുടർന്ന് ദൈവദാസൻ ദൈവം ശുശ്രൂഷിക്കുന്നത്. ആ സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഒന്ന് അടിച്ചാട്ടെ. ആ കൊച്ചു കുഞ്ഞ് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം. നമുക്കിപ്പോൾ കരമടിയൊക്കെ കുറവാണ്. വെളിയിൽ നിന്ന് പാട്ടുകാർ വന്നാൽ നിങ്ങൾ ഉടനെ കരമടിക്കും. സ്വോത്രം. നമ്മുടെ സെൻട്രലിലെ കുഞ്ഞുങ്ങളൊക്കെ ലോക രാജ്യങ്ങളിൽ പോയി യേശുവിനെ ഉയർത്തട്ടെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നൂറുകണക്കിന് വേദികളിൽ പാടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 4 വാക്യവും കൂടെ വായിച്ച് ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കും. ഇന്ന് രാത്രി വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല്, ജയിക്കാനും ജയിപ്പാനുമായി പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമുണ്ട്. യഹൂദന് ദേവാലയമില്ല. ഇസ്രായേൽ ഹമാസിൻ്റെ പരിസമാപ്തിയിൽ ഒരു 3-4 ലോക മഹായുദ്ധമുണ്ടായാൽ യഹൂദന് ദേവാലയം വരും. 2 കാര്യം കൂടെ ഇന്ന് രാത്രി. അങ്ങനെയെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോട് വരും. ആദ്യം ചുവന്ന പശുവിനെ കൊണ്ടുവരും, യഹൂദൻ്റെ യാഗപീഠത്തിൽ അർപ്പിക്കും. അതിനുശേഷം അവൻ പ്ലേറ്റ് മാറ്റും. ആലയത്തിനകത്ത് വരുന്നു റോബോട്ട്. വായിക്കുന്ന കുഞ്ഞെടുത്താട്ടെ, എല്ലാവരും കേട്ടോണം. ദാനിയേൽ 12:11. ദൈവാലയത്തിനകത്ത് റോബോട്ട് വരും, യഹൂദൻ്റെ പീഡാകാലം. വായിക്കാം. ദാനിയേൽ പ്രവചനം 12:11. മോള് വായിച്ചട്ടെ. ഇന്ന് യഹൂദൻ ആലയമില്ല, ഹോമയാഗമില്ല. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ വാഴിക്കുന്ന കാലം. വായിച്ചട്ട് 1290 ദിവസം ചെല്ലും. മതി മോളെ. അടുത്തത് 2 തെസ്സലോനിക്കരും എടുത്തോണം. വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി 1 ബൈബിളിൽ 10 യുഗം ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗത്തിൽ ദൈവസഭ, 3-ാം ലോക മഹായുദ്ധം. അത് കഴിഞ്ഞ് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അവൻ ആലയം പണിയും. പിന്നെ 7 വർഷം അവൻ്റെ വാഴ്ചയ. അതാ 3.5 വർഷം. ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. ഇന്ന് രാത്രി കുറുവലങ്ങാടുകാരനോട്, എല്ലാ സഹോദരങ്ങളോട്, ഒരു 10 വർഷം മുമ്പ് സജു ചാത്തന്നൂർ റോബോട്ടിന്റെ കാര്യം പറഞ്ഞാൽ പറയും, പാസിന് തലയ്ക്ക് എന്തോ പ്രശ്നമാ, ദാ കിടക്കുന്നു. 2017 മോനെ ലൈവ് കൊടുക്കണം. സൗദിയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ റോബോട്ട്. 2ാമത്തെ കാര്യം, സോഫിയ എന്ന് മാറ്റി. അതാ നിങ്ങളുടെ ഫേസ്ബുക്ക്, ചാറ്റ് GPT, മെറ്റ, അവളുടെ ലെവല് മാറിക്കഴിഞ്ഞു. 3ാമത്തെ സംഭവം ദാണ്ട് സോഫിയയ്ക്ക് സൗദി പൗരത്വം. കുറുവലങ്ങാട്ടത് വക്കച്ചൻ 20 വർഷം സൗദി, നക്കാമയും കിട്ടിയില്ല, മക്കാമയും കിട്ടിയില്ല. സന്തോഷമില്ലല്ലോ? ദാ കിടക്കുന്നു. സോഫിയയ്ക്ക് റോബോട്ടിന് സൗദി പൗരത്വം. 4 കഴിഞ്ഞ ദിവസം ബാക്കി കൂടെ കേട്ടോണം മനസ്സിലാകുന്നവർക്കായി. സാരിക്കാരിയായി സോഫിയ മുംബൈ IIT. ഒരു പെൺകുട്ടി ചോദിച്ചു, അബി ആപ്കോ ക്യാ സെരൂരിയെ? അപ്പോൾ അവൾ പറഞ്ഞു, മേരെക്കോ ശാദി കർണേക്കെ ലിയേ സെരൂരിയെ. കല്യാണം കഴിക്കാൻ പോകുന്നു റോബോട്ട്. അമ്മമ്മേ എന്തൊരു കാലം. ദാണ്ട് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് വ്യോമമിത്ര, അവളാ ഇന്ന് ISROയുടെ യന്ത്ര സുന്ദരി. മനസ്സിലാകുന്നവർക്കായി റോബോട്ട് ലോകത്തൊക്കെ പിടിച്ചടക്കി. നിങ്ങളുടെ മൊബൈലിനകത്ത് അവൾ സംസാരിക്കാൻ തുടങ്ങി. ജെമിനി. സന്തോഷം ഇല്ലല്ലോ? ബാക്കി കാറിനകത്തല്ല സുന്ദരിയായ ഒരു അമ്മാമ്മ വന്നു, ക്ലാര. സന്തോഷം ഇല്ലല്ലോ? മാരുതിയുടെ കാറിനകത്ത്. അങ്ങനെയെങ്കിൽ റോബോട്ട് വരുമോ? ഇതാ ഞങ്ങളുടെ ബൈബിൾ. കയറില്ല, വയറില്ല, ഇന്റർനെറ്റ് ഇല്ല, ഇവിടെ ഡേറ്റ ഇല്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരു അപ്പച്ചൻ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു, വെളിപ്പാട് 13:15, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. ഇന്ന് രാത്രി കുറവലങ്ങാട് പട്ടണത്തിനോട്, തോട്ടുവായോട് പ്രസംഗിക്കുന്നവൻ മാറ്, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് ഇന്ന് രാത്രി ഒരു മാറ്റമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ മാനിക്കപ്പെടും. സ്വത്രം. അടുത്തത് റോബോട്ട് ദൈവാലയത്തിൽ ഇരുന്ന് വണങ്ങാൻ പറയും. ഇതാ ഇസ്രായേലിന്റെ പീഡാകാലം. TPMന്റെ മതിലിലെ വാക്യം പറയുമ്പോൾ നിർത്താം. വായിക്കാം. 2 തെസ്സലോനിക്കർ 2:4. 2 വാക്യം കൂടെ ഉള്ളു. 2 തെസ്സലോനിക്കർ 2:4 വായിച്ചിട്ട്. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട്, യഹൂദന്റെ ദേവാലയം ആന്റി ക്രൈസ്റ്റ് പണിയും. ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, ദൈവമെന്നോ പൂജാ വിഷയം എന്നുള്ള സകലത്തിലും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി എത്രേ. ഇവിടെയാണ് ചിന്ത. 2 കാര്യം കൂടെ. തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി. ഇതാ എതിർ ക്രിസ്തു. യേശു കാൽവരിയുടെ കൊലക്കളത്തിൽ സകലത് നിവർത്തിയായി. യേശു ഉയരത്തിൽ നിന്ന്, യവൻ ആഴത്തിൽ നിന്ന് വരും. ദേവാലയത്തിൽ ഇരുന്ന് റോബോട്ട് സംസാരിക്കും വണങ്ങാൻ. യഹൂദൻ അവനെ വണങ്ങത്തില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു. കരമുയർത്തുന്നവർക്ക് നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല.
എതിർക്കശു റോബോട്ടുമായി വരും മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ. ക്ലിയറായോ? അതുകൊണ്ടാ എതിർക്കശു. ഇനി ആന്റി ക്രൈസ്റ്റ് ആര്? മോൾ അവിടെ നിൽക്കണം. 2 വാക്യം കൂടെ, അത് വേഗത്തിൽ ഇപ്പോൾ അവസാനിപ്പിക്കും. എന്താ ആന്റി ക്രൈസ്റ്റ്? ആന്റി ക്രൈസ്റ്റ് ആരോ? മോഡി സാറൊന്നുമല്ല അന്തിക്രിസ്തു. അമേരിക്കയിലെ ബരാക് ഒബാമയല്ല. ഇന്നാൾ ആരാണ്ട് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അങ്ങനെയൊന്നും പറയരുത് പെന്തിക്കോസുകാർ. ചിലർ പറഞ്ഞ് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയാണെന്ന്. സ്വോത്രം. മാർപ്പാപ്പയൊന്നുമല്ല. ആന്റി ക്രൈസ്റ്റ് ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണ്. യാക്കോബ് മക്കളെ വിളിക്കുന്നു. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരും. സ്വോത്രം. അത് കഴിഞ്ഞ് 7 വർഷത്തെ ഭരണം. ആരാ ആന്റി ക്രൈസ്റ്റ്? ഉൽപ്പത്തി 49:17 ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പ. അഥവാ സിറിയയിൽ നിന്ന് അന്തിക്രിസ്തു വരുന്നത്. ബാക്കി കൂടെ ഇതാ പ്രസംഗം. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. കുഞ്ഞുങ്ങളെല്ലാം ബൈബിൾ എടുക്കണം, പഠിക്കണം. അന്തിക്കോസ് എപ്പിഫാനോസ് എന്താ? അവനൊരിക്കൽ ഈജിപ്തിനെ ആക്രമിച്ചു. ദൈവദാസന്മാർ തിരിച്ച് ഇസ്രായേലിൽ കൂടെ വന്ന് പച്ചോളവും കൊടുത്തില്ല. സ്വോത്രം. അവൻ രണ്ടാമത് ആരെ ആക്രമിച്ചു? ഇസ്രായേലിനെ. അന്ന് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ടായിരുന്നു, പന്നി. അത് ദൈവാലയത്തിൽ കൊണ്ടുപോയി അറുത്തു. പിന്നെ യഹൂദന്റെ ദേവാലയത്തിൽ എന്ത് ചെയ്തു? പീയൂസ് ദേവൻ ഗ്രീക്ക് ദേവന്റെ പ്രതിമയും വെച്ചു. അന്ന് യഹൂദൻ നിലവിളിച്ചെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വെള്ളക്കുതിരയുടെ പുറമോടിയോട് എതിർക്കു ദേവാലയം പണിയും. ദൈവദാസന്മാരെ, അമ്മാമ്മമാരെ കേട്ടോ. ആദ്യം ചുവന്ന പശുവിനെ മാറ്റും, പന്നിയെ കൊണ്ടുവരും. അത് കഴിഞ്ഞതിന് ശേഷം 2 അവിടെ റോബോട്ടിനെ കൊണ്ടുവരും. യഹൂദൻ ഒരിക്കലും റോബോട്ടിനെ വണങ്ങത്തില്ല, പന്നിയുടെ രക്തവും കുടിക്കത്തില്ല. 2 കാര്യം അതിനോടനുബന്ധിച്ച് പറഞ്ഞു തരാം. ഈ ദിവസങ്ങളിൽ റോബോട്ട് ദൈവാലയത്തിൽ നിങ്ങളുടെ മൊബൈലിൽ കിടപ്പുണ്ട്. സ്വിറ്റ്സർലൻഡ്, അവിടെ ഫ്ലുവർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം. കേട്ടോ, എല്ലാവരും കേൾക്കണം. അവിടെ നമ്മുടെ ഈ ചർച്ച് ഏതാ? ഇവാഞ്ചലിക്കൽ ചർച്ച്. പാസ്റ്ററല്ല, ഒരു ദിവസം റോബോട്ട് വന്ന് അരുമயான പ്രസംഗം പ്രസംഗിക്കുന്നു. യൂട്യൂബിൽ ആൾക്കാർ കണ്ട് 40 മിനിറ്റ് കഴിഞ്ഞ് കറണ്ടും പോയി. റോബോട്ടിനെ എടുത്ത് റൂമിലും കൊണ്ടുപോയി. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അടുത്ത കേൾക്കണം അമ്മമാർ, ഇതെല്ലാം കേൾക്കണം. ബാക്കി ജർമ്മനി. ഇന്നാൾ കത്തോലിക്ക സഭയിൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. നല്ല യേശു വന്നെന്ന് പറഞ്ഞ് എല്ലാം കൂടെ ഓടുക കുമ്പസാരിക്കാൻ. പോലീസിനെ അറിയിച്ചു. ഭയങ്കര ജനം. പോലീസ് നേരെ വന്ന് പള്ളിക്കകത്ത് കയറി നോക്കിയപ്പോൾ ഒരു താടിക്കാരൻ, ഒരു പോലീസുകാരൻ ചോദിച്ചു, ആർ യു ജീസസ്? അവൻ പറഞ്ഞു, നോ, ഐ ആം ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഞങ്ങൾ പറയാത്ത കാര്യം എന്ന് പലതും വരുന്നത്. എനിക്ക് കുമ്പനാട്ട് നടക്കാത്ത കാര്യം പലതും വരുന്നു. സ്വോത്രം. ഇതൊന്നും യഥാർത്ഥ സംഭവമല്ല, ഇതെല്ലാം AI. സന്തോഷമില്ലല്ലോ? അത് കഴിഞ്ഞ് പാഷന്മാർ പോസ്റ്റ് ഇടാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞു വെക്കുക, പ്രാർത്ഥിക്കണം. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഉപദേശിമാർ പറഞ്ഞ് ഞങ്ങളുടെ പടം വെച്ചിട്ട് ഞങ്ങൾ പറയാത്തത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. AI മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആലയത്തിനകത്ത് റോബോട്ട്. 2 ചുവന്ന പശുവിനെ മാറ്റി പന്നി. ആ ദിവസത്തെ ഓർത്ത് എൻ്റെ യേശു പറഞ്ഞു. മത്തായി 24:15-16 കുഞ്ഞു വാക്യം വായിക്കും, നോട്ട് ചെയ്യണം. ഇതാ ഇനി TPM-ലെ മതിലേലെ വാക്യം. ആമോസ് മത്തായി 24:15-16 വായിച്ചിട്ട് മോളെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ അന്ന് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ജെറുസലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്ക. എനിക്ക് എത്ര വട്ട മനസ്സായി, നിനക്കോ മനസ്സായില്ല. അമ്മാമ്മ ഇതുകൂടെ കേട്ടാട്ടെ. ആലയത്തിനകത്ത് റോബോട്ട് വരും. യഹൂദൻ ഒരു പ്രതിമയും മണങ്ങത്തില്ല. പുറപ്പാട് 20:4 വീട്ടിൽ ചെന്ന് വായിക്കണം. മേലാകാശത്തിൽ കീഴഭൂമിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൻ്റെ യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. യഹൂദൻ റോബോട്ടിനെ വണങ്ങത്തില്ല. 2 പന്നിയുടെ രക്തം യഹൂദൻ്റെ വായ്ക്കകത്ത് കൊടുക്കുക. യഹൂദൻ ആ രക്തം കൊള്ളത്തില്ല. അന്ന് അവൻ്റെ കഴുത്തറത്ത് രക്തം താഴെ വീഴും. ആ രക്തസാക്ഷികളുടെ പേര് പീഡാക്കാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി. എന്നാൽ ഇന്ന് രാത്രി കുറവലങ്ങാട് സെൻറ്ററിൻ്റെ 17ാമത് കൺവെൻഷൻ. നമ്മുടെ പ്രത്യാശ ഒന്ന് മാത്രമാണ്. എന്താ നമ്മുടെ പ്രത്യാശ? ആലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് കുറവലങ്ങാട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു കാഴ്ച കാണും. തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം കാണും. 2 എതിർക്കശുവിൻ്റെ പട്ടാളക്കാർ, ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ വണങ്ങാത്ത യഹൂദൻ, പന്നിയുടെ രക്തം കുടിക്കാത്ത യഹൂദന്റെ
കഴുത്തറത്ത് രക്തം താഴെ വീഴും. ആ ചുടുരക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. അതിനാ കുറുവിലങ്ങാട് സെൻട്രൽ കൺവെൻഷൻ ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലതും നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സൈന്യാധിപൻ കുന്തമെടുത്തു യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി. അമ്മാമേ 5 ലിറ്റർ 6 ലിറ്റർ രക്തവും വെള്ളമൊക്കെയെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്ക. എൻ്റെ കാന്തൻ വരാറാ. ഇന്ന് രാത്രി കുറുവലങ്ങാട് തോട്ടുവായേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ബാക്കിയൂടെ ആമോസ് 4:12. ഇതാ TPM-ന്റെ പെയ്ത്തോമിലെ വാക്യം. നമ്മുടെ കൺവെൻഷനിലും ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ വേഗം വരുന്നെന്ന്. ഈ നോട്ടീസ് സുനിൽ വേട്ടമാല സാറ് നോട്ടീസ് അടിച്ചിട്ട് പിന്നെ കർത്താവ് വന്നില്ലെന്ന് പറയുന്നത് ശരിയാണോ? സ്വോത്രം. അതുകൊണ്ട് അത് പ്രസംഗിക്കേണ്ട എൻ്റെ കടമയാ. സ്വോത്രം. ആമോസ് 4:12. വൈരുമോളെ ദൈവം സോദോമിനെയും 12 വായിച്ചോ. 12 വായിച്ചോ. ഇസ്രായേലേ വായിച്ചോ. ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി. കുമ്പനാട് കൺവെൻഷനിൽ ഒരു കാലത്ത് ടി ഉമ്മച്ചപ്പാസ് ചങ്കൂറ്റത്തോടെ പ്രസംഗിച്ചതായത് ഇസ്രായേലേ ഇസ്രായേലേ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി ഒന്നുകൂടെ പറയാം. ആലയത്തിനകത്ത് റോബോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരും. യഹൂദന്റെ രക്തമറന്ന് താഴെ വീഴുന്നതിന് മുമ്പ് കാൽവരി രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരും. കുറുവലങ്ങാട് ദൈവമക്കളെ ഇതാ അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ കുറുവലങ്ങാട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ. ഈ വരുന്ന യഹൂദന്റെ പീഡാകാലം കണ്ടിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. വായിക്കാം. യോഹന്നാൻ 9:4. 2 കാര്യം കൂടെ പറഞ്ഞപ്പോ പാടാം, നിങ്ങൾ വിഷമിക്കണ്ട. യോഹന്നാൻ 9:4 വായിച്ചാട്ടെ. വായിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇനി ഞാൻ വന്നില്ലേലും അനവധി ചെറുപ്പക്കാരികളും കുഞ്ഞുങ്ങളും ഇരിക്കുന്നു. 2026. സഹോദരി മോനെ അച്ചായ ഒരു വ്യക്തിയോടെങ്കിലും യേശു രക്ഷകൻ എന്ന് പറയണം. സന്തോഷമില്ലല്ലോ? ഒരു കോസും പറയണ്ട, നീ രക്ഷകൻ യേശുവാന്ന് പറയണം. അമ്മാമ്മേ ശബരിയാക്കാരി അമ്മാമ്മ പ്രസംഗിച്ചോല്ലോ എവിടെയെങ്കിലും പറയണം എന്നെ നടത്തിയത് എൻ്റെ യേശുവാ. അച്ചായ എവിടെങ്കിലും പറയണം ശൂന്യത ഇതുവരെ എന്നെ നടത്തിയത് എൻ്റെ യേശുവാ. പഠിക്കുന്ന മോനെ മോളെ പറയണം എവിടെ ചെന്നാലും നീ ഒരു കോസും പറയണ്ട, ഒറ്റ കാര്യം പറയണം, ഞങ്ങളെ ഇന്ന് വരെ നടത്തിയത് യേശുവാ. അങ്ങനെ പറയുന്നത് എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. അടുത്ത വാക്ക് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ വചനം തീരാൻ പോവുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഇന്ന് IPC-കാരോട് ഞാൻ പറയുക, വെളിനാട്ടിൽ നിന്ന് ഒറ്റ ഒരെണ്ണം വന്ന് സ്റ്റേജിനകത്ത് പ്രസംഗിക്കാൻ ഇനി സമ്മതിക്കത്തില്ല. ഇവിടെ നിയമം കഠിനമായി. ദാനിയേൽ 9:27 എന്താ സംഭവിച്ചെന്നറിയോ? ഒരാഴ്ച വട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കി വെച്ച ഇവിടുത്തെ ഇത് പോവാ. ഇനിയും ഒറ്റ ദിവസം എലോൺ മസ്ക് വിചാരിച്ചാൽ, നാളെ ഏതായിരിക്കും പ്രസംഗിച്ചത്, എലോൺ മസ്ക് വിചാരിച്ചാൽ ഇന്റർനെറ്റ് കട്ട് ചെയ്താൽ സൂമും കാണത്തില്ല, ലൈവും കാണത്തില്ല. സ്വോത്രം. സാറ്റലൈറ്റ്. അതുകൊണ്ട് ആമോസ് പറഞ്ഞ് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, ഒരു സങ്കീർത്തനം കിട്ടാത്ത കാലം ഇവിടെ വരാൻ പോവാ ചായ. സ്വോത്രം. ഞാൻ ചങ്ക് കയറി പറയാ, എല്ലാ നിയമവും മാറി. സ്വോത്രം. ആരെങ്കിലും അങ്ങനെ ഒരാളെ കയറ്റിയ സുനിൽ സാറും അകത്താവും, അച്ചായനും അകത്താവും, വരുന്നവനും അകത്താവും. നിയമം മാറി. only coming other persons visit on country that the government is provide missionary visa, otherwise visit visa. Who will take it the land born, otherwise he will take it the microphone. Go to the court at India. മനസ്സിലാക്കണം. പെന്തിക്കോസുകാര് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയം അടുത്ത് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് യേശു ഒരു കാര്യം പറഞ്ഞു. കറുവലങ്ങാട് സെൻട്രൽ കൺവെൻഷൻ വായിച്ചാട്ട് മോളെ അടുത്തത്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കരമുയർത്തുന്നവർക്കായി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. ആ രാത്രി ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ പ്രിയന്റെ വരവിൽ നാം എടുക്കപ്പെടും. 2 കാര്യം. ഒരു സാക്ഷ്യം, ഒരു ദൂതൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ദൈവവചനം കേൾക്കുന്നതിനായി ഇന്ന് രാത്രി കാൽവറിയിലേക്ക് കടക്കാം. സ്തോത്രം. 2 കള്ളന്മാർ യേശുവിൻ്റെ മുൻപിൽ. മനസ്സിലാകുന്നവർക്കായി. അതിലൊരു കള്ളൻ യഹൂദന്മാരുടെ മേലെടുത്ത് ഉടനെ എന്താ പറഞ്ഞത്? യേശുവിനോട് പറഞ്ഞു, ആദ്യം താങ്കൾ ഇറങ്ങണം, ഞങ്ങളെ ഇറക്കണം. അതിപ്പോൾ മറ്റേ കള്ളനോട് പറഞ്ഞു, നീ മിണ്ടരുത്. നമ്മൾ കുറുവലങ്ങാട് ഏറ്റുമാനൂരും
ഇടിമണ്ണിക്കൽ, പിട്ടാപ്പള്ളി, മൈജി, ഓക്സിജൻ എല്ലാം കുത്തി തുറന്നിട്ടാണ് കിടക്കുന്നത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം അമ്മമ്മ കേട്ടോ, നാടൻ മലയാളത്തിൽ എനിക്ക് ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അറിയാം, തമിഴും അറിയാം, ജോഭാഷ അറിയാം, എല്ലാം അറിയാം. ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം അതുകൊണ്ടാണ് മിണ്ടായിരിക്കുക, സ്വോത്രം. അപ്പം ഈ കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി, അവൻ്റെ മുഖത്ത് നോക്കിയവർക്കൊരു വെളിപ്പാടുണ്ട്, മനസ്സിലാകുന്നവർക്കായി. ആ കള്ളന് പിടികിട്ടി, ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി വരും. കുമ്പനാടും പോയില്ല, മുളക്കൊടയും പോയില്ല, പറന്തലും പോയില്ല, പുനലൂരും പോയില്ല, ഇരുമ്പലിയൂരും പോയില്ല. സ്വോത്രം. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇച്ചിരി കടുക്കുക, കേട്ടാട്ടെ. കള്ളൻ ഒറ്റ കാര്യം പറഞ്ഞു, യേശുവേ ഞാനൊരു പാപിയാണ്. അതാ ഞങ്ങളുടെ സുവിശേഷം. അവൻ പറഞ്ഞു, കള്ളൻ പറഞ്ഞു, നീ രാജാവായി മടങ്ങി വരുമ്പോൾ ഞാനിവിടെ തീർന്നാൽ ഈ പാപിയായി എന്നെ ഓർക്കണമേ. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ സുവിശേഷം. സ്വോത്രം. ഏത് പാപിക്കും ഇന്ന് രാത്രി മുറുകെ പറ്റുന്ന പാപമുള്ളവന് നോക്കാൻ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു മുഖമുണ്ട്. കാൽവറിയിൽ ക്രൂശിതനായ ഞങ്ങളുടെ ക്രിസ്തു. സ്വോത്രം. യേശു പറഞ്ഞു, യേശു പറഞ്ഞ് ഞാൻ മടങ്ങി വരുമ്പോഴല്ല, കള്ളനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇതാ ഞങ്ങളുടെ പ്രസംഗം. അവൻ്റെ FIR നോക്കിയില്ല, കോടതിയിലെ കേസ് നോക്കിയില്ല, കറുത്തവനാന്നൊന്നും നോക്കിയില്ല, വെളുത്തവനാന്ന് നോക്കിയില്ല, കീശയിൽ കാശുണ്ടോന്ന് നോക്കിയില്ല, ഡോളർ നോക്കിയില്ല, അവൻ്റെ കഞ്ചാവുണ്ടോ നോക്കിയില്ല, MDM എന്ന് നോക്കിയില്ല. അനുദപിച്ച് കാൽവറിയെ നോക്കുന്നവനെ മാറോട് ചേർക്കുന്ന ദൈവിക സ്നേഹം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുക. ഇന്ന് രാത്രി റോഡിനകത്തോ വഴിമക്കനകത്തോ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ പുണ്യ സ്ഥലങ്ങളിലോ ഓടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, നിന്റെ MDMA വേണ്ട, കറുത്തവനാന്നോ വെളുത്തവനാന്നോ നോക്കണ്ട, കീശയിലെ കാശ് നോക്കണ്ട. ഇന്ന് രാത്രി കാൽവറിയുടെ മുഖത്ത് നോക്കി അറ്റോളായി ആരെങ്കിലും കരമുയർത്തി, ഞാനൊരു പാപിയാണ്, എൻ്റെ നാമം നീ ഓർത്ത് മടങ്ങി വരുമ്പോൾ എന്നെ ചേർക്കണമേ. ഇതാ ക്രൂശിൻ്റെ വചനം. ഞങ്ങളെപ്പോലെ ഞാനായിരുന്നേ പറഞ്ഞാൽ പിന്നെ ബാബു പാഷ് എനിക്ക് 34 ലക്ഷം രൂപയുടെ ഇന്നോവയും വേണം, ഇതുവരെ അമേരിക്കയിൽ പോയിട്ടുള്ള PC നാക്കും വേണം. ഒന്നും സന്തോഷമില്ലല്ലോ, സ്വോത്രം. പക്ഷേ ആ കള്ളം പറഞ്ഞതാ, സ്വോത്രം. ഞങ്ങളുടെ പെന്തിക്കോസുകാരാന്നേ അച്ഛന്മാർ പിടിക്കുന്നത്, സീനിയർ അച്ഛന്മാർ പിടിക്കുന്നത്. ഞങ്ങളുടെ പാസ്റ്റർമാരാന്നേ പറഞ്ഞാൽ IPC ആന്നേ പറഞ്ഞാൽ ലോക്കലൊന്ന് നോക്കട്ട്, സെൻട്രിൽ കൂടെ ഒന്ന് കയറട്ട്, കുമ്പനാട് വരുന്ന പോട്ട്. സ്വോത്രം. ഇത്രയാ. അടുത്തത് AG-കാരാന്നേ പറഞ്ഞാൽ ആ ലോക്കൽ നോക്കട്ട്, പ്രസ്ബിറ്റർ ഒപ്പിടട്ട്, അത് കഴിഞ്ഞിട്ട് എവിടെ വരെ പോട്ട്, പുനലു വരെ ഒന്ന് കറങ്ങിയിട്ട് വരട്ടെ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ബാക്കി ചച്ചക്കോടുകാരാന്നേ പറഞ്ഞാൽ ലോക്കൽ നോക്കട്ട്, DP ഒപ്പിടട്ട്, മുളക്കടി ഒന്ന് കറങ്ങട്ട്. സന്തോഷമില്ലല്ലോ. ന്യൂ ഇന്ത്യക്കാരാന്നേ പറഞ്ഞാൽ ലോക്കൽ നോക്കട്ട്, സെൻട്രൽ നോക്കട്ട്, എവിടെ കറങ്ങട്ട്, ചിങ്ങവനത്തൊന്ന് കറങ്ങട്ട്. ഞങ്ങളുടെ ശാരോങ്കാരാന്നേ പറഞ്ഞാൽ 7 കോടതിയാണ്. 1 ലോക്കൽ, 2 സെക്ഷൻ, 3 സെൻറ്റർ, 4 റീജിയൻ, 5 മാനേജിങ്, 6 മിനിസ്റ്റേഴ്സ്, 7 ഇൻ്റർനാഷണൽ, അത് കഴിഞ്ഞിട്ട് 8 നാഷണൽ. യേശുവിന് 7 കോടതി, ആരോന് 8 കോടതി. മണ്ണാങ്കട്ട. ഇന്ന് രാത്രി ഒരു കോടതിയിൽ നീ നോക്കണ്ട, കാൽവറിയിലേക്ക് നോക്കിയിട്ട് ഞാനൊരു പാപി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്നെ മാറോട് ചേർക്കുന്ന ക്രൂശിൻ്റെ സ്നേഹം ഇന്ന് രാത്രി മാടി വിളിക്കോ. आज रात को इसी संदेश सुनने वाला मेरा भाइयों बहनों, आप लोग ऑनलाइन में कोई जगह में खड़ा है, आज रात को सोच के अपना दिल में सोच के इसी तरह बोलना चाहिए, हमारा परमेश्वर मैंने एक पापी है, आप हमारे लिए मृत्यु हो गया, आपका खून से मेरे को सफाई करो, അവൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഈ രാത്രി ഞാൻ അവൻ എന്നോടും അത്താഴം കഴിക്കും. നിർത്താം. ഒറ്റ സാക്ഷ്യം കൂടെ പറഞ്ഞപ്പോൾ പാട് സിബിമോനും ഉണ്ട്. പാട്ട് കേട്ടിട്ടേ നിങ്ങൾ ഇറങ്ങാവൂ. ഇന്ന് രാത്രി സാൽവേഷൻ ആർമി എല്ലാവരും കേൾക്കണം. ചേട്ടന്മാരും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. സാൽവേഷൻ ആർമിയുടെ ലീഡറാണ് ഡോക്ടർ വില്യം ബൂത്ത്. ലണ്ടൻ പോലീസിലെ സീനിയർ ഒഫീഷ്യൽസാണ്. അതുകൊണ്ട് അവർക്ക് 2 സ്റ്റാർ, അല്ലാതെ കേരള പോലീസ് വഴുതക്കാട്ടെന്ന് കൊടുത്തതല്ല. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതുകൊണ്ട് സാൽവേഷൻ ആർമിക്ക് വന്ന സ്വോത്രം. അവരുടെ കൺവെൻഷൻ ലണ്ടനിലെ ഏറ്റവും വലിയ കൺവെൻഷൻ. എല്ലാം പട്ടാള മേജർമാരും ബാക്കിയുള്ളവരും ആരെയും കയറ്റത്തില്ല. 2 കിലോമീറ്റർ മൈക്ക് കെട്ടും. അമ്മമ്മ ഇതൊക്കെ നോട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ യോഗങ്ങൾ നിങ്ങൾ പറയണം. ശൗര്യന്മാരും എന്താ സംഭവിച്ചതെന്നറിയാമോ? 2 കിലോമീറ്റർ മൈക്ക്. ഒരു ചെരുപ്പൂത്തിയുടെ മോനുണ്ട്, ചെരുപ്പൂത്തി. അവൻ ഈ പാട്ട് കേൾക്കുമ്പോൾ അത് സന്തോഷമാണ്. അവൻ ഇങ്ങനെ ഗേറ്റിൻ്റെ വാതിക്ക് വരും, തോട്ടുവായി ഇന്ന് നിൽക്കുന്നോളൂ. വരുമ്പോൾ അവനോട് പറയാം, നീ ഇതിനകത്ത് കയറരുത്,
പറയുന്നത്. ഇത് പോലീസുകാരെയും പട്ടാളക്കാരെയും 18 വയസ്സുള്ള കുഞ്ഞ് അവിടെ വന്ന് കരഞ്ഞിട്ട് പോയി. അച്ചായ 19ാമത്തെ വയസ്സ് അവൻ വന്ന്. അപ്പോഴും പറഞ്ഞു, കഴിഞ്ഞ വർഷം നിന്നോട് പറഞ്ഞു ഇവിടെ വരരുത്, സൗണ്ട് ബോക്സിൻ്റെ അവിടെ ഇരുന്ന് കേട്ടോളാം. അവൻ പോയി. 20ാമത്തെ വയസ്സ് അവൻ വന്ന അമ്മാമേ. 20ാമത്തെ വയസ്സിൽ വന്നിട്ട് പകൽ വന്നിട്ട് പ്രസിഡന്റിനെ ഒന്ന് കാണണമെന്ന്. പ്രസിഡന്റിനെ കാണാം. അവർ പറഞ്ഞ് ചുമ്മാ ഇരിക്കുക, ചെന്ന് കണ്ടോളാം. പ്രസിഡന്റ് അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. പ്രസിഡന്റ് പറഞ്ഞു, നിന്നെ ചർച്ച കയറ്റത്തില്ല, വരുന്നിടത്ത് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്, ഷൂ എല്ലാം വെച്ചിരിക്കുന്ന പെരയുണ്ട്, അവിടെ ഇരുന്ന് കൈ അടിക്കാൻ കഞ്ഞിയും കുടിക്കാമെന്ന്. സ്വോത്രം. അയ്യോ, കർത്തൃവേലക്കാരെ ജനന്ന സഭയിൽ വരുന്നവരടുത്ത് പറയല്ലോ, കല്ലേറ് കിട്ടും, സന്തോഷമില്ലല്ലോ, സ്വോത്രം. ബാക്കി ഫേസ്ബുക്കിൽ കൂടെ അടിക്കും, മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ ചെറുപ്പക്കാരും 20കാരെ അവിടെ ഇരുന്ന്, ചെറുപ്പക്കാർ കേൾക്കണം, കുഞ്ഞുങ്ങൾ 14 വർഷം അവൻ ചൂപ്പരയിരുന്ന് കയ്യും അടിച്ചു, വചനവും വായിച്ച്. 34ാമത്തെ വയസ്സായി. അന്ന് ലണ്ടനിലൊരു കൺവെൻഷൻ. ഇന്ന് രാത്രി കേട്ടാട്ടെ, വ്യാഴം വെള്ളി ശനി ഞായർ, വ്യാഴവും വെള്ളിയും ഒരു LMSൻ്റെ മിഷണറി, ശനി ഞായർ ഇംഗ്ലീഷുകാരനാണ്. രാവിലെ വില്യം ബൂത്ത് നമ്മുടെ വേട്ടമല സാർ OPC ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരുന്നു, ഞാൻ വരത്തില്ല, ആയിരങ്ങൾ പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. പുള്ളി തിരിച്ചു വിളിച്ചു, ലാൻഡ് ഫോണിൽ ഫോൺ എടുത്തില്ല. ഇയാൾ കരയാൻ തുടങ്ങി. പ്രാർത്ഥന മുറി. ഒരു ശബ്ദം അവൻ്റെ കർണപടത്തിൽ ഇറങ്ങി, നിന്റെ ഷൂപ്പരയ്ക്കകത്ത് 14 വർഷമായി ഒരു ചെറുപ്പക്കാരൻ കരമടിച്ച് ആരാധിക്കുന്നു, ഇന്ന് രാത്രി അവനെ സ്റ്റേജ് കയറ്റണം. ഓ, അദ്ദേഹം ഓടി സൂപ്പറെ ചെന്ന് വില്യം ബൂത്തിന് സാൽവേ, അവൻ്റെ പേരാ സാമുവൽ ബ്രിംഗ്ലറിനോട് പിടിച്ചു, സാമുവൽ, ടുഡേ ഈവനിങ് അഡ്രസ് ഇൻ ലണ്ടൻ ടൗൺ ദ ഗാസ്പൽ, ഇന്ന് രാത്രി നീ സുവിശേഷം പ്രസംഗിക്കണം. അവൻ കരം ഉയർത്തിയിട്ട് പറഞ്ഞ്, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. ഓ, അന്ന് രാത്രി ലണ്ടൻ പട്ടണത്തിനകത്ത് ഒരു തിയോളജി ഇല്ലാത്തവൻ പ്രസംഗിച്ചു. ആയിരങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 4ാം രാത്രി, ബാക്കിയൂടെ കേട്ടാട്ടെ, 4ാം രാത്രി ലണ്ടനകത്ത് നല്ല പ്രസംഗം, ഉണർവ്, പട്ടണത്തിനകത്ത് അഭിഷേകം, അന്യഭാഷ ദൈവ സന്നിധിയിൽ ആരാധിച്ചു. അവസാന ആശീർവാദത്തിന് വേണ്ടി വില്യം ബൂത്ത് എഴുതിയപ്പോൾ, സിസ്റ്ററെ കേൾക്കണം, അച്ഛാ കേൾക്കണം, അദ്ദേഹം കരമുയർത്തിയിട്ട് ഇങ്ങനെ പറയും, ടുഡേ ഐ റിസൈൻ മൈ പോസ്റ്റ്, ഇന്ന് രാത്രി ഞാൻ രാജിവെക്കുക, നാളെ നമ്മുടെ പ്രസ്ഥാനത്തെ ആര് നയിക്കും? 14 വർഷം സൂപ്പറെ കടന്നവൻ നാളെ നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കും. ഇന്ന് രാത്രി കുറവലങ്ങാടിനോട് കണ്ട് നീ എന്നൊരു മറുപടി ഉണ്ട്. നിന്നെ ആരൊക്കെ തള്ളിയാലും, യോ ഇന്ന് രാത്രി നീ പൊട്ടക്കിണറ്റിൽ കിടന്നാലും, അടിമച്ചന്തയിൽ നീ കിടന്നാലും, പൊത്തിപ്പേരൻ്റെ ഭാര്യ നിന്റെ കയ്യിൽ ഉയർത്തിയാലും, കാരാഗ്രഹത്തിൽ പട്ടിണിക്കഞ്ഞി കുടിച്ചാലും, വാഗ്ദത്തമുള്ളവൻ കരയുന്നവന് വേണ്ടി കൊട്ടാരത്തിനകത്ത് മേശ ഒരുക്കി മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ രാത്രി വിളിച്ചു പറ, ദർശനത്തിന് ദൈവം ഒരു അവധിയുണ്ട്, കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ അടിമച്ചന്തയിൽ കിടക്കത്തില്ല, എന്ന് ഞാൻ പൊട്ടക്കിണറ്റിൽ കിടക്കത്തില്ല, ദൂതേറ്റെടുക്കും മക്കള്, എന്ന് ഞാൻ കുറവലങ്ങാട് നിൽക്കത്തില്ല. അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാ 2026 ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആരെ ചേർക്കാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരാം. അമ്മ അവസാന ഭാഗം കേട്ടോ, നല്ല ദൈവസാന്നിധ്യം പന്തലിനകത്ത് ഒഴുകുകയാണ്. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി വചനത്തിൻ്റെ നിവർത്തി, പുരോഹിതൻ 2 പ്രാവിനെ കൊണ്ടുവരും. എന്താ? കാലിനകത്ത് കെട്ടുകിടക്ക്. ആ കാലിൽ കെട്ടുള്ളതിനെ നോക്ക്, നല്ല പ്രാവ്. അതിൻ്റെ മുഖത്തിൻ്റെ ഭംഗി കണ്ട് കഴുത്ത് വെച്ച് അറക്കുക, അച്ചായോ അമ്മാമേ. എന്നിട്ട് ആ പ്രാവിനെ കൊണ്ടുവന്ന് യാഗപീഠത്തിനകത്ത് രക്തത്തളി ആചരിക്കും. പുറകിലൊരു കാഴ്ചയുണ്ട്, ആരും കാണുന്നില്ല. ഒരു ഉടൽ വിറയ്ക്കും, രക്തം വീണ പ്രാവ് മിണ്ടാതിരിക്കും. താമ്രത്തൊട്ടിയിൽ വെള്ളമെടുത്ത് കർമ്മകാണ്ഡാദികൾ നടത്തി അവസാനമായി യാഗത്തളി തീരുമ്പോൾ, അച്ചായ അമ്മാമേ ഒരു കാര്യം ചെയ്യും. തൻ്റെ കത്തിമാർ പതക്കത്തിലിടാൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ച, ഒരെണ്ണം വിറങ്ങലിക്കുന്നു, മറ്റേതിൻ്റെ തലയിൽ രക്തം. ആരോ അവനോട് പറയും, നിന്റെ യാഗം കഴിഞ്ഞില്ലേ, കെട്ടഴിച്ചു വിട്ടേക്കാ. ഒരൊറ്റ അറപ്പറക്കും. വിറഞ്ഞ പ്രാവ് വിറങ്ങലിക്കുന്നത് മറിയുമ്പോൾ രക്തം വീണ പ്രാവ് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. രാത്രി കുറവലങ്ങാട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി. അമ്മച്ചേ, അച്ചായോ, ചെറുപ്പക്കാരാ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും, ലോക്കൽ കാണണ്ട, സെൻറ്റർ കാണണ്ട, കുമ്പനാട് കാണണ്ട, ഇന്ന് രാത്രി അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരുടെ മുഖം കാണാ. എൻ്റെ കാന്തൻ വരാറായി. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. രാത്രി സന്ദേശത്തിൻ്റെ അവസാന ഭാഗം. 1
ആൻറ്റി ക്രൈസ്റ്റ് വരും, അതിനു മുമ്പ് എൻ്റെ നാഥൻ വരും. 2, യെരുശലേമിന് ദൈവാലയം പണിയും, അതിനു മുമ്പ് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടും. 3, ആലയത്തിനകത്ത് റോബോട്ട് വരും, അതിനു മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊൻമുഖം. 4, യഹൂദൻ്റെ തല ഇറക്കി വച്ച മാമ, ആ രക്തം വീഴുന്നതിന് മുമ്പ് അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. വലതുകരം ഉയർത്തിപ്പിടിക്കാം. പാടുന്ന മക്കൾ മുന്നോട്ട് വന്നാട്ട്, വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ട്. നമ്മുടെ പൗരത്വമോ കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു